ഹായ് എല്ലാവർക്കും പ്ലൂട്ടോയുടെ പുതിയൊരു കറണ്ട് അഫേഴ്സ് സീരീസിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ മാർച്ച് മാസത്തെ കറണ്ട് അഫേഴ്സ് ടോട്ടലായിട്ട് കഴിഞ്ഞു. അപ്പോൾ നമ്മളിപ്പോൾ അടുത്ത് തുടങ്ങാൻ പോകുന്നത് ഏപ്രിൽ മാസത്തെ കറണ്ട് അഫേഴ്സാണ്. 2023 ഏപ്രിൽ മാസത്തെ കറണ്ട് അഫേഴ്സിൻ്റെ ഒന്നാമത്തെ വീഡിയോ ആണ് ഇന്നിവിടെ നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം നമുക്ക് നോക്കാം. വിഴിഞ്ഞം തുറമുഖത്തിന് കേരള സർക്കാർ നൽകിയ ഔദ്യോഗിക നാമമാണ് വിഴിഞ്ഞം ഇൻ്റർനാഷണൽ സീപോർട്ട്. അപ്പോൾ വിഴിഞ്ഞം തുറമുഖത്തെക്കുറിച്ച് എല്ലാവർക്കും അറിയാം. വിഴിഞ്ഞം തുറമുഖത്തിന് കേരള സർക്കാർ നൽകിയ ഔദ്യോഗിക നാമമാണ് വിഴിഞ്ഞം ഇൻ്റർനാഷണൽ സീപോർട്ട്. ഒന്നുകൂടി പറയാം, വിഴിഞ്ഞം തുറമുഖത്തിന് കേരള സർക്കാർ നൽകിയ ഔദ്യോഗിക നാമം എന്താണ് എന്ന് ചോദിച്ചാൽ എന്താണ്? വിഴിഞ്ഞം ഇൻ്റർനാഷണൽ സീപോർട്ട്. അടുത്ത ചോദ്യം, പക്ഷിപ്പനിയുടെ H3N8 വകഭേദം ബാധിച്ച് മനുഷ്യർക്കിടയിൽ ലോകത്തിലെ ആദ്യ മരണം റിപ്പോർട്ട് ചെയ്തു. ആ രാജ്യം ഏതാണ് എന്ന് ചോദിച്ചാൽ ഏതാണ്? ചൈനയാണ്. പക്ഷിപ്പനിയുടെ H3N8 വകഭേദം ബാധിച്ച് മനുഷ്യർക്കിടയിൽ ആദ്യ മരണം, ലോകത്തിലെ തന്നെ ആദ്യ മരണം സംഭവിച്ചു. പക്ഷിപ്പനിയുടെ H3N8 വകഭേദം കാരണമാണ് ഈ ഒരു മരണം സംഭവിച്ചത്. ഈ ഒരു മരണം സംഭവിച്ച രാജ്യം ഏതാണ് എന്ന് ചോദിച്ചാൽ ഏതാണ്? ചൈനയാണ്. അടുത്ത ചോദ്യം, വെള്ളത്തിനടിയിലൂടെയുള്ള രാജ്യത്തെ ആദ്യ മെട്രോ സർവീസ് പരീക്ഷിച്ച നഗരമാണ് കൊൽക്കത്ത. അപ്പോൾ വെള്ളത്തിനടിയിലൂടെയുള്ള രാജ്യത്തെ ആദ്യ മെട്രോ സർവീസ് പരീക്ഷിച്ച നഗരമാണ് കൊൽക്കത്ത. അപ്പോൾ ഇതൊരു നദിയുടെ അടിയിൽ കൂടെയാണ് പോകുന്നത്. ആ നദിയുടെ പേര് അറിയാമെന്നുള്ളവർ താഴെ നമ്മുടെ കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യുക. ഒന്നുകൂടി പറയാം, വെള്ളത്തിനടിയിലൂടെയുള്ള രാജ്യത്തെ ആദ്യ മെട്രോ സർവീസ് പരീക്ഷിച്ച നഗരമാണ് കൊൽക്കത്ത. അടുത്ത ചോദ്യം, ഡിജിറ്റൽ റീസർവേക്കായി സ്വന്തമായി കോഴ്സ് കൺട്രോൾ സെൻറ്റർ സ്ഥാപിക്കുന്ന ആദ്യ സംസ്ഥാനമാണ് കേരളം. ഒന്നുകൂടി, ഡിജിറ്റൽ റീസർവേക്കായി സ്വന്തമായി കോഴ്സ് കൺട്രോൾ സെൻറ്റർ സ്ഥാപിക്കുന്ന ആദ്യ സംസ്ഥാനമാണ് കേരളം. ഒന്നുകൂടി, ഡിജിറ്റൽ റീസർവേക്കായി സ്വന്തമായി കോഴ്സ് കൺട്രോൾ സെൻറ്റർ സ്ഥാപിക്കുന്ന ആദ്യ സംസ്ഥാനമാണ് കേരളം. അടുത്ത ചോദ്യം, ലോകത്ത് ആദ്യമായി സസ്യങ്ങളെ ബാധിക്കുന്ന ഫംഗസ് മനുഷ്യരിൽ സ്ഥിരീകരിച്ചത് നമ്മുടെ കൊൽക്കത്തയിലാണ്. ഒന്നുകൂടി, ലോകത്ത് ആദ്യമായി സസ്യങ്ങളെ ബാധിക്കുന്ന ഫംഗസ് മനുഷ്യരിൽ റിപ്പോർട്ട് ചെയ്തു. അങ്ങനെ റിപ്പോർട്ട് ചെയ്ത സ്ഥലം എവിടെയാണെന്ന് ചോദിച്ചാൽ നമ്മുടെ കൊൽക്കത്തയിലാണ്. അടുത്ത ചോദ്യം, സ്വാതന്ത്ര്യത്തിൻ്റെ 75ാം വാർഷികത്തോടനുബന്ധിച്ച് വനിതകൾക്കായി കേന്ദ്ര സർക്കാർ ആരംഭിച്ച സമ്പാദ്യ പദ്ധതിയാണ് മഹിളാ സമ്മാൻ സേവിങ്സ് സർട്ടിഫിക്കറ്റ്. ഒന്നുകൂടി, സ്വാതന്ത്ര്യത്തിൻ്റെ 75ാം വാർഷികത്തോടനുബന്ധിച്ച് വനിതകൾക്കായി കേന്ദ്ര സർക്കാർ ആരംഭിച്ച സമ്പാദ്യ പദ്ധതിയാണ് മഹിളാ സമ്മാൻ സേവിങ്സ് സർട്ടിഫിക്കറ്റ്. ഒന്നുകൂടി പറയാം, സ്വാതന്ത്ര്യത്തിൻ്റെ 75ാം വാർഷികത്തോടനുബന്ധിച്ച് വനിതകൾക്കായി കേന്ദ്ര സർക്കാർ ആരംഭിച്ച സമ്പാദ്യ പദ്ധതിയാണ് മഹിളാ സമ്മാൻ സേവിങ്സ് സർട്ടിഫിക്കറ്റ്. അപ്പോൾ ഈ പദ്ധതികളുടെ ഇമ്പോർട്ടൻസ് എല്ലാവർക്കും അറിയാവുന്നതാണ്. കേരള PSCയിലും അതേപോലെ തന്നെ SSCയിലും കൂടുതൽ ചോദിക്കുന്ന ഈ ഒരു പദ്ധതികളെക്കുറിച്ചാണ്. അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. ഇന്ത്യയിൽ ഉപയോഗാനുമതി നൽകിയ ഡോറാവിറിൻ എന്ന മരുന്ന് ഏത് രോഗത്തിൻ്റെ ചികിത്സയുമായി ബന്ധപ്പെട്ടതാണ്? എയ്ഡ്സുമായി ബന്ധപ്പെട്ടതാണ്. അപ്പോൾ ഇന്ത്യയിൽ ഉപയോഗാനുമതി നൽകിയ ഡോറാവിറിൻ, അപ്പോൾ ഇങ്ങനെ നമുക്ക് ക്വസ്റ്റ്യൻ വേറെ രീതിയിൽ വരാം. ഡോറാവിറിൻ എന്ന മരുന്ന് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? എയ്ഡ്സ് ആണ്. അപ്പോൾ ഇന്ത്യയിൽ ഉപയോഗാനുമതി നൽകിയ ഡോറാവിറിൻ എന്ന മരുന്ന് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ എന്താണ്? എയ്ഡ്സുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അടുത്ത ചോദ്യം, കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ 80 വയസ്സ് കഴിഞ്ഞവർക്ക് വീട്ടിലിരുന്ന് വോട്ട് ചെയ്യാനായി വോട്ട് ഫ്രം ഹോം നടപ്പാക്കാനൊരുങ്ങുന്ന ആദ്യ സംസ്ഥാനമാണ് നമ്മുടെ കർണാടക. അപ്പോൾ കർണാടകയിലാണ് 80 വയസ്സ് കഴിഞ്ഞവർക്ക് വോട്ട് ഫ്രം ഹോം എന്ന് പറയുന്ന ഒരു പദ്ധതി തുടങ്ങിയത്. കർണാടകയിലാണ്. ഒന്നുകൂടി, കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ 80 വയസ്സ് കഴിഞ്ഞവർക്ക് വീട്ടിലിരുന്ന് വോട്ട് ചെയ്യാനായി വോട്ട് ഫ്രം ഹോം നടപ്പാക്കാനൊരുങ്ങുന്ന സംസ്ഥാനമാണേത്? കർണാടക. അടുത്ത ചോദ്യം, കേരള ഫിഷറീസ് ആൻഡ് സമുദ്ര പഠന സർവകലാശാലയുടെ കുഫോസിൻ്റെ കീഴിൽ മലബാറിലെ ആദ്യ ഫിഷറീസ് കോളേജ് നിലവിൽ വരുന്നത് പയ്യന്നൂരിലാണ്.
അപ്പോൾ കേരള ഫിഷറീസ് ആൻഡ് സമുദ്ര പഠന സർവകലാശാലയുടെ കുഫോസിൻ്റെ കീഴിൽ മലബാറിലെ ആദ്യ ഫിഷറീസ് കോളേജ് നിലവിൽ വരുന്നത് എവിടെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പയ്യന്നൂരിലാണ്. ഒന്നുകൂടി പറയാം, കേരള ഫിഷറീസ് ആൻഡ് സമുദ്ര പഠന സർവകലാശാലയുടെ കുഫോസിൻ്റെ കീഴിൽ മലബാറിലെ ആദ്യ ഫിഷറീസ് കോളേജ് നിലവിൽ വരുന്നത് എവിടെയാണ്? പയ്യന്നൂരിലാണ്. ഏത് രാജ്യത്തെ സസ്യശാസ്ത്രജ്ഞനാണ് സമ്മർദ്ദം നിറഞ്ഞ സാഹചര്യങ്ങളിൽ ചെടികൾ അൾട്രാസോണിക് പരിധിയിലുള്ള ശബ്ദം പുറപ്പെടുവിക്കുമെന്ന് കണ്ടെത്തിയത്? ഇസ്രായേൽ ശാസ്ത്രജ്ഞനാണ്. അപ്പോൾ ഏത് രാജ്യത്തെ ശാസ്ത്രജ്ഞനാണ് സമ്മർദ്ദം നിറഞ്ഞ സാഹചര്യങ്ങളിൽ ചെടികൾ അൾട്രാസോണിക് പരിധിയിലുള്ള ശബ്ദം പുറപ്പെടുവിക്കുമെന്ന് കണ്ടെത്തൽ നടത്തിയത്? ഇസ്രായേലിലെ ശാസ്ത്രജ്ഞനാണ്. അടുത്ത ചോദ്യം, ലോക ബാങ്കിൻ്റെ പ്രസിഡൻ്റാകുന്ന ആദ്യ ഇന്ത്യൻ വംശജനാണ് അജയ് ബംഗ. ഇതൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ലോക ബാങ്കിൻ്റെ പ്രസിഡൻ്റാകുന്ന ആദ്യ ഇന്ത്യൻ വംശജൻ ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അജയ് ബംഗ ആണ്. അടുത്ത ചോദ്യം, 2024 പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ഒഴിവാക്കി പേപ്പർ ബാലറ്റ് ഉപയോഗിക്കാനൊരുങ്ങുന്ന രാജ്യമാണ് ബംഗ്ലാദേശ്. അപ്പോൾ 2024 പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ഒഴിവാക്കി പേപ്പർ ബാലറ്റ് ഉപയോഗിക്കാനൊരുങ്ങുന്ന രാജ്യം ഏതാണ് എന്ന് ചോദിച്ചാൽ ഏതാണ്? നമ്മുടെ അയൽരാജ്യമായ ബംഗ്ലാദേശ് ആണ്. അടുത്ത ചോദ്യം, 2023 അന്താരാഷ്ട്ര ലേബർ കോൺക്ലേവിന് വേദിയാകുന്നത് നമ്മുടെ തിരുവനന്തപുരത്താണ്. അപ്പോൾ ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. റെയർ ഫാക്റ്റായിട്ട് ചോദിച്ചാൽ പാടാണ്. അപ്പോൾ ഒന്നുകൂടെ നമുക്ക് നോക്കാം. 2023 അന്താരാഷ്ട്ര ലേബർ കോൺക്ലേവിന് വേദിയാകുന്നത് നമ്മുടെ തിരുവനന്തപുരത്താണ്. ഒന്നുകൂടി പറയാം, 2023 അന്താരാഷ്ട്ര ലേബർ കോൺക്ലേവിന് വേദിയാകുന്നത് എവിടെയാണ്? തിരുവനന്തപുരത്ത് ആണ്. അടുത്ത ചോദ്യം, ഔദ്യോഗിക ആശയവിനിമയങ്ങളിൽ ഇംഗ്ലീഷ് ഭാഷാ പദങ്ങൾ വിലക്കാനൊരുങ്ങുന്ന രാജ്യമാണ് ഇറ്റലി. അപ്പോൾ ഇറ്റലിയിൽ ഇംഗ്ലീഷ് ഭാഷ വിലക്കി തുടങ്ങുകയാണ്. ഒന്നുകൂടി പറയാം, ഔദ്യോഗിക ആശയവിനിമയങ്ങളിൽ ഇംഗ്ലീഷ് ഭാഷാ പദങ്ങൾ വിലക്കാനൊരുങ്ങുന്ന രാജ്യം ഏതാണ് എന്ന് ചോദിച്ചാൽ ഏതാണ്? ഇറ്റലി ആണ്. അപ്പോൾ നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ മലയാളം ഭാഷയ്ക്ക് കുറച്ച് പ്രാധാന്യം കൂടി വരുന്നുണ്ട്. അതേപോലെ തന്നെ ഔദ്യോഗിക ആശയവിനിമയങ്ങളിൽ ഇംഗ്ലീഷ് ഭാഷാപദങ്ങൾ വിലക്കാനൊരുങ്ങുന്ന രാജ്യം ഏതാണ്? ഇറ്റലിയാണ്. അടുത്ത ചോദ്യം, സംസ്ഥാനത്തെ ആദ്യ ആധാർ പരാതി പരിഹാര കേന്ദ്രം പ്രവർത്തനം ആരംഭിച്ചത് തിരുവനന്തപുരത്താണ്. അപ്പോൾ കേരളത്തിൽ ആദ്യ ആധാർ പരാതി പരിഹാര കേന്ദ്രം പ്രവർത്തനം ആരംഭിച്ചത് എവിടെയാണ്? നമ്മുടെ തിരുവനന്തപുരത്താണ്. അടുത്ത ചോദ്യം, സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത സംസ്ഥാനമാക്കി കേരളത്തെ മാറ്റാനുള്ള പദ്ധതിയാണ് ഡിജി കേരളം പദ്ധതി. അപ്പോൾ നമ്മുടെ കേരളത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ സംസ്ഥാനമാക്കി മാറ്റുവാനുള്ള പദ്ധതി ഏതാണ് എന്ന് ചോദിച്ചാൽ ഏതാണ്? ഡിജി കേരളം പദ്ധതി. ഒന്നുകൂടി പറയാം, സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ സംസ്ഥാനമാക്കി കേരളത്തെ മാറ്റുവാനുള്ള പദ്ധതി ഏതാണ്? ഡിജി കേരളം പദ്ധതി. അടുത്ത ചോദ്യം, കുമാരനാശാൻ്റെ 150ാം ജന്മവാർഷികാഘോഷത്തിൻ്റെ സമാപനത്തോടനുബന്ധിച്ച് കഥകളി രൂപത്തിൽ അവതരിപ്പിക്കുന്ന അദ്ദേഹത്തിൻ്റെ പ്രശസ്ത കാവ്യമാണ് കരുണ. അപ്പോൾ നമ്മുടെ കുമാരനാശാൻ്റെ 150ാം ജന്മവാർഷികാഘോഷത്തിൻ്റെ സമാപനത്തോടനുബന്ധിച്ച് കഥകളി രൂപത്തിൽ അവതരിപ്പിക്കുന്ന അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ കാവ്യമാണ് കരുണ. അടുത്ത ചോദ്യം, 2024 AFC ഏഷ്യൻ കപ്പ് ഫുട്ബോളിന് വേദിയാകുന്ന രാജ്യമാണ് ഖത്തർ. അപ്പോൾ ഈ നമ്മുടെ ഫുട്ബോൾ അതേപോലെ തന്നെ ബാക്കി സ്പോർട്സിൻ്റെ വേദികളൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ അതൊക്കെ കറക്റ്റായിട്ട് നോക്കിയിട്ട് പോവുക. ഒന്നുകൂടി പറയാം, 2024 AFC ഏഷ്യൻ കപ്പ് ഫുട്ബോളിന് വേദിയാകുന്ന രാജ്യമേതാണ്? ഖത്തറാണ്. ഒന്നുകൂടി, 2024 AFC ഏഷ്യൻ കപ്പ് ഫുട്ബോളിന് വേദിയാകുന്ന രാജ്യമേതാണ്? ഖത്തർ. ത്രിപുരയിലെ ആദ്യ വനിതാ മ്യൂസിക് ബാൻഡിൻ്റെ പേരാണ് മേഘബാലിക. അപ്പോൾ നമ്മുടെ ത്രിപുരയിലെ ആദ്യ വനിതാ മ്യൂസിക് ബാൻഡിൻ്റെ പേര് ഏതാണ്? മേഘബാലിക.
മേഘബാലിക എന്ന മ്യൂസിക് ബാൻഡ് ഏത് സംസ്ഥാനത്തെയാണ് എന്ന് ചോദിച്ചാൽ എവിടത്തെയാണ്? ത്രിപുരയിലെ ആണ്. അടുത്ത ചോദ്യം, ദക്ഷിണേന്ത്യയിലെ ആദ്യ 6 വരി ഒറ്റത്തൂൺ മേൽപ്പാലം നിലവിൽ വരുന്നത് കാസർഗോഡാണ്. ദക്ഷിണേന്ത്യയിലെ ആദ്യ 6 വരി ഒറ്റത്തൂൺ മേൽപ്പാലം നിലവിൽ വരുന്നത് എവിടെയാണ്? കാസർഗോഡ്. അടുത്ത ചോദ്യം, മുംബൈ നഗരത്തിലെ ലോക്കൽ ട്രെയിനുകളുടെ യാത്രാവിവരങ്ങൾ അറിയാൻ പശ്ചിമ റെയിൽവേ പുറത്തിറക്കുന്ന ആപ്ലിക്കേഷനാണ് യാത്രി. അപ്പോൾ മുംബൈ നഗരത്തിലെ ലോക്കൽ ട്രെയിനുകളുടെ യാത്രാവിവരങ്ങൾ അറിയാനായി പശ്ചിമ റെയിൽവേ പുറത്തിറക്കുന്ന ആപ്ലിക്കേഷനാണ് എന്ത്? യാത്രി. അപ്പോൾ വേറൊരു രീതിയിലും ചോദിക്കാം, യാത്രി എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? നമ്മുടെ ഇന്ത്യൻ റെയിൽവേയുമായി ബന്ധപ്പെട്ടിരിക്കുന്നതാണ് യാത്രി. അപ്പോൾ അത് മുംബൈ നഗരത്തിലെ ലോക്കൽ ട്രെയിനുകളുടെ യാത്രാവിവരങ്ങൾ അറിയാനുള്ള ആപ്ലിക്കേഷനാണ് എന്ത്? യാത്രി. അടുത്ത ചോദ്യം, വനാതിർത്തിയിൽ താമസിക്കുന്ന ജനങ്ങളുടെ ആശങ്കകളും ബുദ്ധിമുട്ടുകളും പരിഹരിക്കുന്നതിനായി വനം വകുപ്പിൻ്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന പരിപാടിയാണ് വനസൗഹൃദ സദസ്സ്. ഒന്നുകൂടി, വനാതിർത്തിയിൽ താമസിക്കുന്ന ജനങ്ങളുടെ ആശങ്കകളും ബുദ്ധിമുട്ടുകളും പരിഹരിക്കുന്നതിനായി വനം വകുപ്പിൻ്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന പരിപാടിയാണെന്ത്? വനസൗഹൃദ സദസ്സ്. അടുത്ത ചോദ്യം, 2023 ഏപ്രിലിൽ വിക്ഷേപിക്കാനൊരുങ്ങുന്ന ദേവാസാറ്റ് 2 ഏത് രാജ്യത്തിൻ്റെ നാനോ ഉപഗ്രഹമാണ്? UAEയുടെ നാനോ ഉപഗ്രഹമാണ് ദേവാസാറ്റ് 2. ഒന്നുകൂടി, 2023 ഏപ്രിലിൽ വിക്ഷേപിക്കാനൊരുങ്ങുന്ന ദേവാസാറ്റ് 2 ഏത് രാജ്യത്തിൻ്റെ നാനോ ഉപഗ്രഹമാണ്? UAEയുടെ നാനോ ഉപഗ്രഹമാണേത്? ദേവാസാറ്റ് 2. അടുത്ത ചോദ്യം, 2023 ഏപ്രിലിൽ ഏത് രാജ്യത്തെ മാധ്യമമാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിലൂടെ ഫെദ എന്ന അവതാരകയെ സൃഷ്ടിച്ചത്? കുവൈറ്റാണ്. അപ്പോൾ കുവൈറ്റിലാണ് ഫെദ എന്ന അവതാരികയെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിലൂടെ സൃഷ്ടിച്ചത്. ഒന്നുകൂടി പറയാം, 2023 ഏപ്രിലിൽ ഏത് രാജ്യത്തെ മാധ്യമമാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിലൂടെ ഫെദ എന്ന അവതാരകയെ സൃഷ്ടിച്ചത്? കുവൈറ്റാണ്. അപ്പോൾ ഇതിൽ വരാവുന്ന 3 ചോദ്യങ്ങളാണ്. ഒന്ന്, ഫെദ എന്ന അവതാരികയെ സൃഷ്ടിച്ച ഏത് രാജ്യത്താണ് ഫെദ എന്ന അവതാരികയെ സൃഷ്ടിച്ചത്? കുവൈറ്റിലാണ്. അത് ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസായി സൃഷ്ടിച്ച അവതാരിക ആണ്. അടുത്ത ചോദ്യം, ഡിജിറ്റൽ റീസർവേക്കായി കോഴ്സ് കൺട്രോൾ സെൻറ്റർ സ്വന്തമായി സ്ഥാപിക്കുന്ന ആദ്യ സംസ്ഥാനമാണ് കേരളം. അപ്പോൾ ഡിജിറ്റൽ റീസർവേക്കായി കോഴ്സ് കൺട്രോൾ സെൻറ്റർ സ്വന്തമായി സ്ഥാപിക്കുന്ന ആദ്യ സംസ്ഥാനമാണേത്? കേരളം. ഒന്നുകൂടി, ഡിജിറ്റൽ റീസർവേക്കായി കോഴ്സ് കൺട്രോൾ സെൻറ്റർ സ്വന്തമായി സ്ഥാപിക്കുന്ന ആദ്യ സംസ്ഥാനമാണ് കേരളം. അപ്പോൾ ഇത് കാണുന്നവർ എന്താണ് സർവേ പപ്പു എന്ന് താഴെ കമൻറ്റ് ചെയ്ത് അറിയണം. എന്താണ് സർവേ പപ്പു? അടുത്ത ചോദ്യം, രാജ്യത്തെ ആദ്യ അസിസ്റ്റഡ് റിയാലിറ്റി 5G ആംബുലൻസ് ആരംഭിച്ച സ്റ്റാർട്ടപ്പിൻ്റെ പേരാണ് അപ്പോത്തിക്കിരി. അപ്പോൾ രാജ്യത്തെ ആദ്യ അസിസ്റ്റഡ് റിയാലിറ്റി 5G ആംബുലൻസ് ആരംഭിച്ച സ്റ്റാർട്ടപ്പാണ് അപ്പോത്തിക്കിരി. ആ ആംബുലൻസിൻ്റെ പേരെന്താണ്? അപ്പോത്തിക്കിരി. ഒന്നുകൂടി, രാജ്യത്തെ ആദ്യ അസിസ്റ്റഡ് റിയാലിറ്റി 5G ആംബുലൻസ് ആരംഭിച്ച സ്റ്റാർട്ടപ്പാണ് അപ്പോത്തിക്കിരി. അടുത്ത ചോദ്യം, റോഡ് അപകടങ്ങൾ കുറയ്ക്കുന്നതിനും ഗതാഗത നിയമലംഘനം തടയുന്നതിനുമായി ആവിഷ്കരിച്ച പദ്ധതിയാണ് സേഫ് കേരള. ഒന്നുകൂടി, റോഡ് അപകടങ്ങൾ കുറയ്ക്കുന്നതിനും ഗതാഗത നിയമലംഘനം തടയുന്നതിനുമായി ആവിഷ്കരിച്ച പദ്ധതി ഏതാണ്? സേഫ് കേരള. ജലനിധി ശുദ്ധജല പദ്ധതിയിലെ ക്രമക്കേടുകൾ കണ്ടെത്തുന്നതിനായി വിജിലൻസിൻ്റെ നേതൃത്വത്തിൽ നടത്തിയ സംസ്ഥാന വ്യാപക പരിശോധനയാണ് ഓപ്പറേഷൻ ഡെൽറ്റ. അപ്പോൾ എന്താണ് ഓപ്പറേഷൻ ഡെൽറ്റ? ജലനിധി ശുദ്ധജല പദ്ധതിയിലെ ക്രമക്കേടുകൾ കണ്ടെത്തുന്നതിനായി വിജിലൻസിൻ്റെ നേതൃത്വത്തിൽ നടത്തിയ സംസ്ഥാന വ്യാപക പരിശോധനയാണെന്ത്? ഓപ്പറേഷൻ ഡെൽറ്റ. അപ്പോൾ ഈ ഒരു ഓപ്പറേഷൻ ഡെൽറ്റ കൊടുത്തിട്ട് ഓപ്പറേഷൻ ഡെൽറ്റ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ എന്താണ്? ജലനിധി ശുദ്ധജല പദ്ധതിയിലെ ക്രമക്കേടുകൾ. അടുത്ത ചോദ്യം, 2023 ഏപ്രിലിൽ ഡോക്ടർ BR അംബേദ്കറുടെ
125 അടി ഉയരമുള്ള പ്രതിമ അനാച്ഛാദനം ചെയ്യുന്ന നഗരം ഏതാണ്? ഹൈദരാബാദാണ്. അപ്പോൾ 2023 ഏപ്രിലിൽ ഡോക്ടർ BR അംബേദ്കറുടെ 125 അടി ഉയരമുള്ള പ്രതിമ അനാച്ഛാദനം ചെയ്യുന്ന നഗരം ഏതാണ്? ഹൈദരാബാദ് ആണ്. അടുത്ത ചോദ്യം, വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലെ ആദ്യ എയിംസ് നിലവിൽ വന്നത് ആസാമിലെ ഗുവാഹത്തിയിലാണ്. അപ്പോൾ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലെ ആദ്യ എയിംസ് നിലവിൽ വന്നത് ആസാമിലെ ഗുവാഹത്തിയിൽ ആണ്. അടുത്ത ചോദ്യം, കേരളത്തിലെ ആദ്യ വന്ദേ ഭാരത് എക്സ്പ്രസ് ബന്ധിപ്പിക്കുന്ന നഗരങ്ങളാണ് തിരുവനന്തപുരം, കണ്ണൂർ. ഒന്നുകൂടി, കേരളത്തിലെ ആദ്യ വന്ദേ ഭാരത് എക്സ്പ്രസ് ബന്ധിപ്പിക്കുന്ന നഗരങ്ങളാണ് തിരുവനന്തപുരം ടു കണ്ണൂർ. ഒന്നുകൂടി, കേരളത്തിലെ ആദ്യ വന്ദേ ഭാരത് എക്സ്പ്രസ് ബന്ധിപ്പിക്കുന്ന നഗരങ്ങൾ ഏതാണ്? തിരുവനന്തപുരം മുതൽ കണ്ണൂർ വരെ. അടുത്ത ചോദ്യം, വ്യാഴത്തിൻ്റെ ഉപഗ്രഹങ്ങളിലെ ജീവൻ്റെ സാന്നിധ്യത്തെക്കുറിച്ച് പഠിക്കാനുള്ള യൂറോപ്യൻ സ്പേസ് ഏജൻസിയുടെ ദൗത്യമാണ് ജ്യൂസ്. അപ്പോൾ വ്യാഴത്തിൻ്റെ ഉപഗ്രഹങ്ങളിലെ ജീവൻ്റെ സാന്നിധ്യത്തെക്കുറിച്ച് പഠിക്കാനുള്ള യൂറോപ്യൻ സ്പേസ് ഏജൻസിയുടെ ദൗത്യം ഏതാണ് എന്ന് ചോദിച്ചാൽ ഏതാണ്? ജ്യൂസ്. ഒന്നുകൂടി, വ്യാഴത്തിൻ്റെ ഉപഗ്രഹങ്ങളിലെ ജീവൻ്റെ സാന്നിധ്യത്തെക്കുറിച്ച് പഠിക്കുവാനുള്ള യൂറോപ്യൻ സ്പേസ് ഏജൻസിയുടെ ദൗത്യമാണ് ജ്യൂസ്. അടുത്ത ചോദ്യം, ആധാറിൽ സ്പർശനരഹിത വിരലടയാള സംവിധാനം അല്ലെങ്കിൽ ടച്ച്ലെസ് ബയോമെട്രിക് ക്യാപ്ചർ സിസ്റ്റം കൊണ്ടുവരാനായി UIDAI ധാരണാപത്രത്തിൽ ഒപ്പുവെച്ച സ്ഥാപനമാണ് IIT ബോംബെ. അപ്പോൾ ആധാറിൽ സ്പർശനരഹിത വിരലടയാള സംവിധാനം കൊണ്ടുവരാനായി UIDAI ധാരണാപത്രത്തിൽ ഒപ്പുവെച്ച സ്ഥാപനം ഏതാണ്? IIT ബോംബെയാണ്. അടുത്ത ചോദ്യം, 2023 ഏപ്രിലിൽ ഭൗമസൂചിക പദവി ലഭിച്ച തമിഴ്നാട്ടിൽ നിന്നുള്ള പഴവർഗ്ഗമാണ് കമ്പത്തെ കറുത്ത മുന്തിരി. അപ്പോൾ 2023 ഏപ്രിലിൽ ഭൗമസൂചിക പദവി ലഭിച്ച തമിഴ്നാട്ടിൽ നിന്നുള്ള പഴവർഗ്ഗം ഏതാണ് എന്ന് ചോദിച്ചാൽ ഏതാണ്? കമ്പത്തെ കറുത്ത മുന്തിരി. ഒന്നുകൂടി, 2023 ഏപ്രിലിൽ ഭൗമസൂചിക പദവി ലഭിച്ച തമിഴ്നാട്ടിൽ നിന്നുള്ള പഴവർഗ്ഗമാണ് കമ്പത്തെ കറുത്ത മുന്തിരി. അടുത്ത ചോദ്യം, മലബാർ ക്യാൻസർ സെൻ്ററിൽ ചികിത്സയ്ക്കെത്തുന്ന രോഗികൾക്ക് താമസിക്കാനായി സ്ഥാപിച്ച ആശ്രയ ചാരിറ്റബിൾ സൊസൈറ്റി സാന്ത്വന കേന്ദ്രം ആരുടെ പേരിലാണ് പുനർനാമകരണം ചെയ്യുന്നത്? കോടിയേരി ബാലകൃഷ്ണൻ്റെ പേര്. അപ്പോൾ മലബാർ ക്യാൻസർ സെൻ്ററിൽ ചികിത്സയ്ക്കെത്തുന്ന രോഗികൾക്ക് താമസിക്കാനായി സ്ഥാപിച്ച ആശ്രയ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ പുതിയ പേരാണ് കോടിയേരി ബാലകൃഷ്ണൻ്റെ പേരിൽ പുനർനാമകരണം ചെയ്തിരിക്കുന്നത്. അടുത്ത ചോദ്യം, കോഴിക്കോട് ചെങ്ങോടുമലയിൽ നിന്ന് ഗവേഷകർ കണ്ടെത്തിയ സിർട്ടോഡാക്ടൈലസ് ചെങ്ങോടുമലയൻസ് ചെങ്ങോടുമല ഗെക്കോയില ഏത് ജീവി വിഭാഗത്തിൽപ്പെടുന്നു? പല്ലി വിഭാഗത്തിൽപ്പെടുന്നു. അപ്പോൾ ഈ സിർട്ടോഡാക്ടൈലസ് ചെങ്ങോടുമലയൻസ് എന്ന് അറിയപ്പെടുന്നത് ഒരുതരം പല്ലിയാണ്, അല്ലെങ്കിൽ ചെങ്ങോടുമല ഗെക്കോയില എന്നും അറിയപ്പെടുന്നത് ഒരിനം പല്ലിയാണ്. ഈ പല്ലിയെ കണ്ടെത്തിയത് കോഴിക്കോട് ചെങ്ങോടുമലയിൽ നിന്ന് കണ്ടെത്തിയതാണ്. അപ്പോൾ ഒന്നുകൂടി പറയാം, കോഴിക്കോട് ചെങ്ങോടുമലയിൽ നിന്ന് ഗവേഷകർ കണ്ടെത്തിയ സിർട്ടോഡാക്ടൈലസ് ചെങ്ങോടുമലയൻസ് എന്നറിയപ്പെടുന്ന ജീവിയാണ്, ഒരു പല്ലിയാണത്, അല്ലെങ്കിൽ അത് ചെങ്ങോടുമല ഗെക്കോയില എന്ന വിഭാഗത്തിൽ പെടുന്നു. അതൊരു പല്ലിയാണ്, നോർമൽ ഒരു പല്ലിയാണത്. ആകാശവാണിയുടെ പുതിയ FM റേഡിയോ സ്റ്റേഷനുകൾ ആരംഭിച്ച കേരളത്തിലെ ജില്ലകളാണ് പത്തനംതിട്ടയിലെ മണ്ണാറ മലയിലും ആലപ്പുഴയിലെ കായംകുളത്തും. ഒന്നുകൂടി പറയാം, ആകാശവാണിയുടെ പുതിയ FM റേഡിയോ സ്റ്റേഷനുകൾ ആരംഭിച്ച കേരളത്തിലെ ജില്ലകൾ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പത്തനംതിട്ടയിലും ആലപ്പുഴയിലുമാണ് ആരംഭിച്ചത്. പത്തനംതിട്ട ജില്ലയിലെ മണ്ണാറമലയിലും ആലപ്പുഴ ജില്ലയിലെ കായംകുളത്തുമാണ് ആകാശവാണിയുടെ പുതിയ FM റേഡിയോ സ്റ്റേഷനുകൾ ആരംഭിച്ചത്. ഒന്നുകൂടി ഞാൻ പറയാം, ആകാശവാണിയുടെ പുതിയ FM റേഡിയോ സ്റ്റേഷനുകൾ ആരംഭിച്ച കേരളത്തിലെ ജില്ലകളാണ് പത്തനംതിട്ടയും ആലപ്പുഴയും. പത്തനംതിട്ട ജില്ലയിലെ മണ്ണാറമലയിലും ആലപ്പുഴ ജില്ലയിലെ കായംകുളത്തുമാണ്
ആകാശവാണിയുടെ പുതിയ FM റേഡിയോ സ്റ്റേഷനുകൾ ആരംഭിച്ചത്? അടുത്ത ചോദ്യം, അച്ചടി നിർത്തി ഓൺലൈൻ പ്രസിദ്ധീകരണത്തിലേക്ക് മാറാനൊരുങ്ങുന്ന ലോകത്തിലെ ഏറ്റവും പഴയ ദിനപത്രങ്ങളിലൊന്നായ വീനർ സെയിൻറ്റുങ് ഏത് രാജ്യത്തിൻ്റെ ഔദ്യോഗിക പത്രമാണ്? ഓസ്ട്രേലിയ. അപ്പോൾ ഈ സെയിൻറ്റുങ് എന്നൊക്കെ നമ്മുടെ ജപ്പാൻ അല്ലെങ്കിൽ ചൈന, അത് ആ ഒരു രീതിയിലുള്ള പത്രമായിട്ട് നമുക്ക് തോന്നും, പക്ഷേ ഇതൊരു ഓസ്ട്രേലിയൻ പത്രമാണ്. ഒന്നുകൂടി പറയാം, അച്ചടി നിർത്തി ഓൺലൈൻ പ്രസിദ്ധീകരണത്തിലേക്ക് മാറാനൊരുങ്ങുന്ന ലോകത്തിലെ ഏറ്റവും പഴയ ദിനപത്രങ്ങളിലൊന്നായ വീനർ സെയിൻറ്റുങ് ഏത് രാജ്യത്തിൻ്റെ ഔദ്യോഗിക പത്രമാണ്? ഓസ്ട്രേലിയ. അപ്പോൾ വീനർ സെയിൻറ്റുങ് ഏത് രാജ്യത്തിൻ്റെ ഔദ്യോഗിക പത്രമാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓസ്ട്രേലിയയുടെ ഔദ്യോഗിക പത്രമാണ്. അടുത്ത ചോദ്യം, ലോകത്തെ ആദ്യത്തെ നാനോ DAP ദ്രാവക വളം പുറത്തിറക്കിയ രാജ്യമാണ് ഇന്ത്യ. ലോകത്തെ ആദ്യത്തെ നാനോ DAP ദ്രാവക വളം പുറത്തിറക്കിയ രാജ്യമാണ് നമ്മുടെ ഇന്ത്യ. നമ്മുടെ ഈ ഒരു ഇന്ത്യയിൽ ഒരു വളം ഇറക്കിയിട്ട് ആ ഒരു വളത്തിൻ്റെ ഒരു കോമൺ ആയിട്ടൊരു പേര് കൊടുത്തു. അപ്പോൾ ആ പേര് അറിയാവുന്നവർ താഴെ കമൻറ്റ് ചെയ്യുക. ഒന്നുകൂടി പറയാം, ലോകത്തിലെ ആദ്യത്തെ നാനോ DAP ദ്രാവക വളം പുറത്തിറക്കിയ രാജ്യമേതാണ്? ഇന്ത്യയാണ്. അടുത്ത ചോദ്യം, വഴിയോര വിശ്രമ കേന്ദ്രങ്ങളും ജനങ്ങൾക്ക് ലഭ്യമാകുന്നതിനുള്ള കേരള സർക്കാരിൻ്റെ പദ്ധതിയാണ് ടേക്ക് എ ബ്രേക്ക്. വഴിയോര വിശ്രമ കേന്ദ്രങ്ങൾ ജനങ്ങൾക്ക് ലഭ്യമാക്കുന്നതിനുള്ള കേരള സർക്കാരിൻ്റെ പദ്ധതിയാണ് ടേക്ക് എ ബ്രേക്ക്. അടുത്ത ചോദ്യം, സംസ്ഥാന സർക്കാരിൻ്റെ 2ാം വാർഷികത്തിൻ്റെ ഭാഗമായി മന്ത്രിമാരുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന താലൂക്ക് തല പരാതി പരിഹാര അദാലത്താണ് കരുതലും കൈത്താങ്ങും. അപ്പോൾ സംസ്ഥാന സർക്കാരിൻ്റെ 2ാം വാർഷികത്തിൻ്റെ ഭാഗമായി മന്ത്രിമാരുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന താലൂക്ക് തല പരാതി പരിഹാര അദാലത്തിൻ്റെ പേരാണെന്ത്? കരുതലും കൈത്താങ്ങും. ഒന്നുകൂടി പറയാം, സംസ്ഥാന സർക്കാരിൻ്റെ 2ാം വാർഷികത്തിൻ്റെ ഭാഗമായി മന്ത്രിമാരുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന താലൂക്ക് തല പരാതി പരിഹാര അദാലത്തിൻ്റെ പേരെന്താണ്? കരുതലും കൈത്താങ്ങും. അടുത്ത ചോദ്യം, IT നിയമം 2000-ന് പകരമായി കേന്ദ്ര സർക്കാർ കൊണ്ടുവരുന്ന പുതിയ നിയമമാണ് ഡിജിറ്റൽ ഇന്ത്യ നിയമം 2023. അപ്പോൾ IT നിയമം 2000-ന് പകരമായി കേന്ദ്ര സർക്കാർ കൊണ്ടുവരുന്ന പുതിയ നിയമത്തിൻ്റെ പേരെന്താണ്? ഡിജിറ്റൽ ഇന്ത്യ നിയമം 2023. അടുത്ത ചോദ്യം, 2023 ഏപ്രിലിൽ ഭൗമ സൂചിക പദവി ലഭിച്ച മാനാമധുര മൺപാത്രങ്ങൾ ഏത് സംസ്ഥാനത്തിൻ്റെ ഉൽപ്പന്നമാണ്? തമിഴ്നാട്. 2023 ഏപ്രിലിൽ ഭൗമ സൂചിക പദവി ലഭിച്ച മാനാമധുര മൺപാത്രങ്ങൾ ഏത് സംസ്ഥാനത്തിൻ്റെ ഉൽപ്പന്നമാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തമിഴ്നാടാണ്. ഒന്നുകൂടി പറയാം, 2023 ഭൗമ സൂചിക പദവി ലഭിച്ച മാനാമധുര മൺപാത്രങ്ങൾ നമ്മുടെ തമിഴ്നാടിൻ്റെ ഉൽപ്പന്നങ്ങളാണ്. അടുത്ത ചോദ്യം, മീലി മുട്ടയെ തുരത്തുവാൻ ആഫ്രിക്കയിൽ നിന്നും കേരളത്തിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന ജൈവ നിയന്ത്രണ വണ്ടിൻ്റെ പേരാണ് അനാഗൈറസ്. അപ്പോൾ ഇതൊരു കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യനാണ്. മീലി മുട്ടയെ തുരത്തുവാനായി ആഫ്രിക്കയിൽ നിന്നും കേരളത്തിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന ജൈവ നിയന്ത്രണ വണ്ടിൻ്റെ പേരാണ് അനാഗൈറസ്. ഒന്നുകൂടി, മീലി മുട്ടയെ തുരത്തുവാനായി ആഫ്രിക്കയിൽ നിന്നും കേരളത്തിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന ജൈവ നിയന്ത്രണ വണ്ടിൻ്റെ പേരെന്താണ്? അനാഗൈറസ്. അടുത്ത ചോദ്യം, രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക പരിസ്ഥിതി മേഖലകളിലെ സമഗ്ര സംഭാവനയ്ക്കുള്ള MP കൃഷ്ണപിള്ള സ്മാരക കർമ്മധീര പുരസ്കാരത്തിന് അർഹനായത് P പ്രസാദാണ്. അപ്പോൾ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക പരിസ്ഥിതി മേഖലകളിലെ സമഗ്ര സംഭാവനയ്ക്കുള്ള MP കൃഷ്ണപിള്ള സ്മാരക കർമ്മധീര പുരസ്കാരത്തിന് അർഹനായത് P പ്രസാദാണ്. കുട്ടികൾക്കായുള്ള ഓക്സ്ഫോർഡിൻ്റെ മലേറിയ വാക്സിന് അംഗീകാരം നൽകിയ ആദ്യ രാജ്യമേതാണ്? ഘാനയാണ്. അപ്പോൾ കുട്ടികൾക്കായുള്ള ഓക്സ്ഫോർഡിൻ്റെ മലേറിയ വാക്സിന് അംഗീകാരം നൽകിയ ആദ്യ രാജ്യമേതാണ്? ഘാന. അടുത്ത ചോദ്യം, രാജ്യത്ത് ആദ്യമായി ജല ബജറ്റ് തയ്യാറാക്കിയ സംസ്ഥാനമാണ് കേരളം. അപ്പോൾ രാജ്യത്ത് ആദ്യമായി ജല ബജറ്റ് തയ്യാറാക്കിയ സംസ്ഥാനമാണേത്? നമ്മുടെ കേരളം. അടുത്ത ചോദ്യം,
മധു കേസിൻ്റെ വിധി മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തുവാനായി കേരള ഹൈക്കോടതി ഉപയോഗിച്ച AICTEയുടെ നിർമ്മിത ബുദ്ധി അധിഷ്ഠിത വിവർത്തനോപകരണത്തിൻ്റെ പേരാണ് അനുവാദിനി. ഒന്നുകൂടി, മധു കേസിൻ്റെ വിധി മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തുവാനായി കേരള ഹൈക്കോടതി ഉപയോഗിച്ച AICTEയുടെ നിർമ്മിത ബുദ്ധി അധിഷ്ഠിത വിവർത്തനോപകരണത്തിൻ്റെ പേരെന്താണ്? അനുവാദിനി. അടുത്ത ചോദ്യം, അടുത്തിടെ ഖര ഇന്ധന ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലായ ഹസ്വോങ് 18 വിക്ഷേപിച്ച രാജ്യമേതാണ്? ഉത്തര കൊറിയ. അടുത്തിടെ ഖര ഇന്ധന ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലായ ഹസ്വോങ് 18 വിക്ഷേപിച്ച രാജ്യമേതാണ്? ഉത്തര കൊറിയ. അടുത്ത ചോദ്യം, സംസ്ഥാനത്തെ സ്കൂളുകളും പരിസരവും വൃത്തിയാക്കുന്നതിനുള്ള വിദ്യാഭ്യാസ വകുപ്പിൻ്റെ പദ്ധതിയാണ് ഗ്രീൻ ക്യാമ്പസ് ക്ലീൻ ക്യാമ്പസ്. അപ്പോൾ സംസ്ഥാനത്തെ സ്കൂളുകളും പരിസരവും വൃത്തിയാക്കുന്നതിനുള്ള വിദ്യാഭ്യാസ വകുപ്പിൻ്റെ പദ്ധതി ഏതാണ് എന്ന് ചോദിച്ചാൽ ഏതാണ്? ഗ്രീൻ ക്യാമ്പസ് ക്ലീൻ ക്യാമ്പസ്. അടുത്ത ചോദ്യം, ഗുരുഗ്രാമിലെ മാനേജ്മെൻറ്റ് ഡെവലപ്മെൻറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തിയ പഠന റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിൽ ഏറ്റവും സന്തോഷിക്കുന്നവരുടെ സംസ്ഥാനമാണ് മിസോറാം. അപ്പോൾ ഗുരുഗ്രാമിലെ മാനേജ്മെൻറ്റ് ഡെവലപ്മെൻറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തിയ പഠന റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിൽ ഏറ്റവും അധികം സന്തോഷിക്കുന്നവരുടെ സംസ്ഥാനം ഏതാണ്? മിസോറാമാണ്. അടുത്ത ചോദ്യം, ലോകത്തിലെ ഏറ്റവും വലിയ ഫ്ലോട്ടിംഗ് പുസ്തകമേള നടന്നത് ദുബായിലാണ്. അപ്പോൾ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഫ്ലോട്ടിംഗ് പുസ്തകമേള 2023 നടന്നത് എവിടെയാണ്? ദുബായിലാണ്. അടുത്ത ചോദ്യം, 2022 ദേശീയ തലത്തിൽ മികച്ച നവാഗത സംവിധായകനുള്ള ചലച്ചിത്ര ഫിലിം സൊസൈറ്റിയുടെ അരവിന്ദൻ പുരസ്കാരം നേടിയത് ബിജേഷ് ചന്ദ്ര താങ്കിക്കാണ്. അപ്പോൾ 2022 ദേശീയ തലത്തിൽ മികച്ച നവാഗത സംവിധായകനുള്ള ചലച്ചിത്ര ഫിലിം സൊസൈറ്റിയുടെ അരവിന്ദൻ പുരസ്കാരം നേടിയത് ബിജേഷ് ചന്ദ്ര താങ്കിക്ക്. ഒന്നുകൂടി പറയാം, 2022 ദേശീയ തലത്തിൽ മികച്ച നവാഗത സംവിധായകനുള്ള ചലച്ചിത്ര ഫിലിം സൊസൈറ്റിയുടെ അരവിന്ദൻ പുരസ്കാരം നേടിയത് ആർക്കാണ്? ബിജേഷ് ചന്ദ്ര താങ്കിക്ക്. അടുത്ത ചോദ്യം, TVR ഷേണായി മാധ്യമ ശ്രേഷ്ഠാ പുരസ്കാര ജേതാവായത് ദേവകി സോമനാഥാണ്. TVR ഷേണായി മാധ്യമ ശ്രേഷ്ഠ പുരസ്കാര ജേതാവായത് ആരാണ്? ദേവകി സോമനാഥാണ്. ഒന്നുകൂടി പറയാം, TVR ഷേണായി മാധ്യമ ശ്രേഷ്ഠാ പുരസ്കാരം ജേതാവായത് ആര്? ദേവകി സോമനാഥ്. 2023 ഇന്ത്യൻ സൂപ്പർ കപ്പ് ഫുട്ബോൾ കിരീട ജേതാക്കൾ ഒഡീഷ FC. അപ്പോൾ 2023 ഇന്ത്യൻ സൂപ്പർ കപ്പ് ഫുട്ബോൾ കിരീട ജേതാക്കളായത് ആരാണ്? ഒഡീഷ FC ആണ്. അടുത്ത ചോദ്യം, ഓയിൽ ആൻഡ് ഗ്യാസ് മാർക്കറ്റിംഗ് കമ്പനികൾ നടത്തുന്ന 2 ആഴ്ച നീളുന്ന സാക്ഷ്യം 2023 വേദിയായത് നമ്മുടെ തിരുവനന്തപുരമാണ്. അപ്പോൾ ഓയിൽ ആൻഡ് ഗ്യാസ് മാർക്കറ്റിംഗ് കമ്പനികൾ നടത്തുന്ന 2 ആഴ്ച നീളുന്ന സാക്ഷ്യം 2023 വേദിയായത് എവിടെയാണ്? നമ്മുടെ തിരുവനന്തപുരം ആണ്. അടുത്ത ചോദ്യം, കാനഡയിൽ വച്ച് നടക്കുന്ന ഗ്ലോബൽ ടൂറിസം ചലച്ചിത്രമേളയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ ഇന്ത്യൻ ചിത്രമാണ് കുമാരി. അപ്പോൾ കാനഡയിൽ വച്ച് നടക്കുന്ന ഗ്ലോബൽ ടൂറിസം ചലച്ചിത്രമേളയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ ഇന്ത്യൻ ചിത്രം ഏതാണ്? കുമാരി. ഒന്നുകൂടി പറയാം, ഇത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. കാനഡയിൽ വച്ച് നടക്കുന്ന ഗ്ലോബൽ ടൂറിസം ചലച്ചിത്രമേളയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ ഇന്ത്യൻ ചിത്രം ഏതാണ്? കുമാരി. അടുത്ത ചോദ്യം, സംസ്ഥാനത്തെ ആദ്യ അക്വാട്ടിക് റീഹാബ് സംവിധാനം നിലവിൽ വന്നത് തൃശ്ശൂരിലെ നിപ്മറിലാണ്. സംസ്ഥാനത്തെ ആദ്യ അക്വാട്ടിക് റീഹാബ് സംവിധാനം നിലവിൽ വന്നത് എവിടെയാണ്? തൃശ്ശൂരിലെ നിപ്മറിൽ ആണ്. അടുത്ത ചോദ്യം, ട്വിറ്റർ സഹസ്ഥാപകനും മുൻ CEO-യുമായ ജാക്ക് ഡോർസി സ്ഥാപിച്ച പുതിയ സോഷ്യൽ മീഡിയ ആപ്ലിക്കേഷനാണ് ബ്ലൂ സ്കൈ. അപ്പോൾ ട്വിറ്ററിൻ്റെ സഹസ്ഥാപകനും മുൻ CEO-യുമായ ജാക്ക് ഡോർസി സ്ഥാപിച്ച
പുതിയ സോഷ്യൽ മീഡിയ ആപ്ലിക്കേഷൻ്റെ പേരേതാണ്? ബ്ലൂ സ്കൈ. അടുത്ത ചോദ്യം, ടൂറിസ്റ്റുകളെ ആകർഷിക്കാൻ ഓട്ടോ ഡ്രൈവർമാരെ ബ്രാൻഡ് അംബാസിഡർമാരാക്കി നടപ്പിലാക്കുന്ന പദ്ധതിയാണ് സുന്ദരി ഓട്ടോ. അപ്പോൾ ടൂറിസ്റ്റുകളെ ആകർഷിക്കാനായി ഓട്ടോ ഡ്രൈവർമാരെ ബ്രാൻഡ് അംബാസിഡർമാരാക്കി നടപ്പിലാക്കുന്ന പദ്ധതി ഏതാണ്? സുന്ദരി ഓട്ടോ. ഒന്നുകൂടി പറയാം, ടൂറിസ്റ്റുകളെ ആകർഷിക്കാൻ ഓട്ടോ ഡ്രൈവർമാരെ ബ്രാൻഡ് അംബാസിഡർമാരാക്കി നടപ്പിലാക്കുന്ന പദ്ധതി ഏതാണ്? സുന്ദരി ഓട്ടോ. അടുത്ത ചോദ്യം, മലയാളിയായ മനോജ് ചാക്കോയുടെ നേതൃത്വത്തിൽ ഇന്ത്യയിൽ പുതിയതായി ആരംഭിക്കുന്ന എയർലൈൻ സർവീസ് ഏതാണ്? ഫ്ലൈ 91. അപ്പോൾ മലയാളിയായ മനോജ് ചാക്കോയുടെ നേതൃത്വത്തിൽ ഇന്ത്യയിൽ പുതുതായി ആരംഭിക്കുന്ന എയർലൈൻ സർവീസിൻ്റെ പേരേതാണ്? ഫ്ലൈ 91. അടുത്ത ചോദ്യം, കേന്ദ്ര സർക്കാരിൻ്റെ സ്വച്ഛ് ഭാരത് മിഷൻ ഗ്രാമീൺ പ്രവർത്തനങ്ങളുടെ ഭാഗമായി നടക്കുന്ന ODF+ റാങ്കിങ്ങിലെ 3 സ്റ്റാർ വിഭാഗത്തിൽ രാജ്യത്ത് ഒന്നാമതെത്തിയ ജില്ല ഏതാണ്? വയനാടാണ്. അപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ സ്വച്ഛ് ഭാരത് മിഷൻ ഗ്രാമീൺ പ്രവർത്തനങ്ങളുടെ ഭാഗമായി നടക്കുന്ന ODF+ റാങ്കിങ്ങിലെ 3 സ്റ്റാർ വിഭാഗത്തിൽ രാജ്യത്ത് ഒന്നാമതെത്തിയ ജില്ല ഏതാണ്? നമ്മുടെ വയനാടാണ്. അടുത്ത ചോദ്യം, കേരളത്തിൽ നിന്നും ഗവേഷകർ കണ്ടെത്തിയ സൈറോപെൽസ് അനഘെ, സൈറോപെൽസ് കേരളൻസിസ് എന്നിവ ഏത് ജീവി വിഭാഗത്തിൽ പെടുന്നു? കടന്നൽ വിഭാഗത്തിൽ പെടുന്നു. അപ്പോൾ കേരളത്തിൽ നിന്നും ഗവേഷകർ കണ്ടെത്തിയ സെറോപെയിൽസ് അനഘെ അല്ലെങ്കിൽ സെറോപെയിൽസ് കേരളൻസിസ് എന്നിവ ഏത് ജീവി വിഭാഗത്തിൽ പെടുന്നു? കടന്നൽ വിഭാഗത്തിൽ പെടുന്നവയാണ്. സച്ചിൻ ടെണ്ടുൽക്കറുടെ 50ാമത് ജന്മദിനത്തോടനുബന്ധിച്ച് സച്ചിൻ്റെ പേരിൽ സ്റ്റാൻഡ് പുനർനാമകരണം ചെയ്ത ക്രിക്കറ്റ് സ്റ്റേഡിയമാണ് ഷാർജ ക്രിക്കറ്റ് സ്റ്റേഡിയം, UAE. അപ്പോൾ സച്ചിൻ ടെണ്ടുൽക്കറുടെ 50ാമത് ജന്മദിനത്തോടനുബന്ധിച്ച് സച്ചിൻ്റെ പേരിൽ സ്റ്റാൻഡ് പുനർനാമകരണം ചെയ്ത ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൻ്റെ പേരാണ് തോന്നുന്നത് ഷാർജ ക്രിക്കറ്റ് സ്റ്റേഡിയം. നമ്മുടെ UAEയിലെ ഷാർജ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിലാണ് സച്ചിൻ ടെണ്ടുൽക്കറുടെ ജന്മദിനത്തോടനുബന്ധിച്ച് സച്ചിൻ്റെ പേരിൽ സ്റ്റാൻഡ് പുനർനാമകരണം ചെയ്തത്. ഷാർജ ക്രിക്കറ്റ് സ്റ്റേഡിയം, UAE. അടുത്ത ചോദ്യം നോക്കാം. 2023 49ാമത് G7 ഉച്ചകോടിക്ക് വേദിയാകുന്ന രാജ്യമാണ് ജപ്പാനിലെ ഹിരോഷിമ. അപ്പോൾ 2023 ഇതൊക്കെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ്, കാരണം നോർമലി ഇതൊക്കെ ചോദിക്കുന്നതാണ്. അപ്പോൾ ശ്രദ്ധിക്കുക, 2023 49ാമത് G7 ഉച്ചകോടിയുടെ വേദി ജപ്പാനിലെ ഹിരോഷിമയാണ്. ഒന്നുകൂടി പറയാം, 2023 49ാമത് G7 വേദി ജപ്പാൻ ഹിരോഷിമ. ഒന്നുകൂടി, 2023 49ാമത് G7 വേദി ജപ്പാൻ ഹിരോഷിമ. ഒന്നുകൂടി പറയാം, 2023 49ാമത് G7 ഉച്ചകോടി വേദി ജപ്പാൻ ഹിരോഷിമ. അടുത്ത ചോദ്യം, കുടുംബശ്രീ സംസ്ഥാന മിഷൻ സംഘടിപ്പിക്കുന്ന ദേശീയ സരസ് മേളയ്ക്ക് വേദിയാകുന്നത് കൊല്ലത്തെ ആശ്രാമം മൈതാനത്താണ്. അപ്പോൾ കുടുംബശ്രീ സംസ്ഥാന മിഷൻ സംഘടിപ്പിക്കുന്ന ദേശീയ സരസ് മേളയ്ക്ക് വേദിയാകുന്നത് എവിടെയാണ്? കൊല്ലത്തെ ആശ്രാമം മൈതാനത്താണ്. ഒന്നുകൂടി പറയാം, കുടുംബശ്രീ സംസ്ഥാന മിഷൻ സംഘടിപ്പിക്കുന്ന ദേശീയ സരസ് മേളയ്ക്ക് വേദിയാകുന്നത് എവിടെയാണ്? കൊല്ലത്തെ ആശ്രാമം മൈതാനത്താണ്. അടുത്ത ചോദ്യം, ചട്ടമ്പി സ്വാമികളുടെ മഹാസമാധി ശതാബ്ദി ആചരണത്തിൻ്റെ ഭാഗമായി സംഘടിപ്പിക്കുന്ന 1 വർഷം നീണ്ടു നിൽക്കുന്ന പരിപാടിയാണ് മഹാഗുരുവർഷം 2024. അപ്പോൾ ചട്ടമ്പി സ്വാമികളുടെ മഹാസമാധി ശതാബ്ദി ആചരണത്തിൻ്റെ ഭാഗമായി സംഘടിപ്പിക്കുന്ന 1 വർഷം നീണ്ടു നിൽക്കുന്ന പരിപാടി എന്താണ്? മഹാഗുരുവർഷം 2024. അടുത്ത ചോദ്യമാണ്, സംസ്ഥാന യുവജന കമ്മീഷൻ്റെ പുതിയ അധ്യക്ഷനാണ് A. ഷാജർ. അപ്പോൾ നമ്മുടെ ഈ ഇപ്പോൾ നിയമനങ്ങൾ നോർമലി നമ്മുടെ PSCയിൽ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കുന്നതാണ്. അപ്പോൾ എല്ലാ നിയമനങ്ങളും നോക്കി വെച്ചിട്ട് പോവുക. അപ്പോൾ അതിലൊന്നാണ് സംസ്ഥാന യുവജന കമ്മീഷൻ്റെ പുതിയ അധ്യക്ഷൻ ആരാണ്? A. ഷാജറാണ്. ഒന്നുകൂടി, സംസ്ഥാന യുവജന കമ്മീഷൻ്റെ പുതിയ അധ്യക്ഷൻ ആരാണ്? A. ഷാജർ. അടുത്ത ചോദ്യമാണ്, പുഴകളും നദികളും ജലാശയങ്ങളും വീണ്ടെടുക്കുന്നതിനുള്ള കേരള സർക്കാരിൻ്റെ ക്യാമ്പയിൻ ഇനി ഞാൻ ഒഴുകട്ടെ. അപ്പോൾ
പുഴകളും നദികളും ജലാശയങ്ങളും വീണ്ടെടുക്കുന്നതിനുള്ള കേരള സർക്കാരിൻ്റെ പുതിയ ക്യാമ്പയിൻ്റെ പേരെന്താണ്? ഇനി ഞാൻ ഒഴുകട്ടെ. അടുത്ത ചോദ്യം, 2023 ഫെമിന മിസ് ഇന്ത്യ കിരീടം സ്വന്തമാക്കിയത് നന്ദിനി ഗുപ്തയാണ്. അപ്പോൾ 2023 ഫെമിന മിസ് ഇന്ത്യ കിരീടം സ്വന്തമാക്കിയത് ആരാണ്? നന്ദിനി ഗുപ്ത. ഒന്നുകൂടി, 2023 ഫെമിന മിസ് ഇന്ത്യ കിരീടം സ്വന്തമാക്കിയത് ആരാണ്? നന്ദിനി ഗുപ്ത. ഒന്നുകൂടി പറയാം, 2023 ഫെമിന മിസ് ഇന്ത്യ കിരീടം സ്വന്തമാക്കിയത് ആരാണ്? നന്ദിനി ഗുപ്ത. അടുത്ത ചോദ്യം, ശിശു സംരക്ഷണവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ അറിയിക്കുവാനുള്ള ചൈൽഡ് ലൈൻ ടോൾ ഫ്രീ നമ്പറാണ് 1098. ശിശു സംരക്ഷണവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ അറിയിക്കുവാനുള്ള ചൈൽഡ് ലൈൻ ടോൾ ഫ്രീ നമ്പർ എത്രയാണ്? 1098. ഒന്നുകൂടി, ശിശു സംരക്ഷണവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ അറിയിക്കുവാനുള്ള ചൈൽഡ് ലൈൻ ടോൾ ഫ്രീ നമ്പർ എത്രയാണ്? 1098. അടുത്ത ചോദ്യം, വിസ്ഡം മാസികയുടെ മികച്ച 2020 താരമായി തിരഞ്ഞെടുക്കപ്പെട്ടത് സൂര്യകുമാർ യാദവാണ്. അപ്പോൾ വിസ്ഡം മാസികയുടെ 2023 വിസ്ഡം മാസികയുടെ മികച്ച 2020 താരമായി തിരഞ്ഞെടുക്കപ്പെട്ടത് നമ്മുടെ സൂര്യകുമാർ യാദവിനെയാണ്. ഒന്നുകൂടി പറയാം, 2023 വിസ്ഡം മാസികയുടെ മികച്ച 2020 താരമായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരെയാണ്? സൂര്യകുമാർ യാദവിനെ. 17ാമത് ശ്രീ നടരാജ സംഗീത സഭ അവാർഡ് ജേതാവായത് തിരുവിഴ എസ് ശിവാനന്ദനാണ്. അപ്പോൾ 17ാമത് ശ്രീ നടരാജ സംഗീത സഭ അവാർഡ് ജേതാവായത് ആരാണ്? തിരുവിഴ എസ് ശിവാനന്ദൻ ആണ്. ഒന്നുകൂടി പറയാം, 17ാമത് ശ്രീ നടരാജ സംഗീത സഭ അവാർഡ് ജേതാവായത് ആരാണ്? തിരുവിഴ എസ് ശിവാനന്ദൻ. അടുത്ത ചോദ്യം, ട്വിറ്ററിൻ്റെ മാതൃസ്ഥാപനമായ ട്വിറ്റർ INCയുടെ പുതിയ പേരാണ് എക്സ് കോർപ്പ്. അപ്പോൾ ട്വിറ്ററിൻ്റെ മാതൃസ്ഥാപനമായ ട്വിറ്റർ INCയുടെ പുതിയ പേരെന്താണ്? എക്സ് കോർപ്പ്. ഒന്നുകൂടി പറയാം, ട്വിറ്ററിൻ്റെ മാതൃസ്ഥാപനമായ ട്വിറ്റർ INCയുടെ പുതിയ പേരെന്താണ്? എക്സ് കോർപ്പ്. അടുത്ത ചോദ്യം, 2022 ഏപ്രിൽ ISRO വിക്ഷേപിക്കുന്ന ഭൗമ നിരീക്ഷണ ഉപഗ്രഹമായ ടെലിയോസ് 2 ഏത് രാജ്യത്തേതാണ്? സിംഗപ്പൂരിൻ്റേതാണ്. അപ്പോൾ 2022 ഏപ്രിലിൽ ISRO വിക്ഷേപിക്കുന്ന ഭൗമ നിരീക്ഷണ ഉപഗ്രഹമായ ടെലിയോസ് 2 ഏത് രാജ്യത്തേതാണ്? സിംഗപ്പൂരിൻ്റേതാണ്. അപ്പോൾ ടെലിയോസ് 2 എന്ന ഉപഗ്രഹം ഏത് രാജ്യത്തെയാണ്? സിംഗപ്പൂർ രാജ്യത്തേതാണ്. അപ്പോൾ ഇത് വിക്ഷേപിക്കുന്നത് നമ്മുടെ ISRO ആണ്. 2022 ഏപ്രിൽ ISRO വിക്ഷേപിക്കുന്ന ഭൗമ നിരീക്ഷണ ഉപഗ്രഹമായ ടെലിയോസ് 2 ഏത് രാജ്യത്തേതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സിംഗപ്പൂരിൻ്റെയാണ്. അടുത്ത ചോദ്യം, 2022 ഏപ്രിലിൽ ISRO ഇത് റിപ്പീറ്റാണ്. അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. ഇന്ത്യ ആദ്യമായി ആതിഥേയത്വം വഹിക്കുന്ന 2023 അന്താരാഷ്ട്ര സർഫ് ഓപ്പണിൻ്റെ വേദി തമിഴ്നാട്ടിലെ മഹാബലിപുരത്താണ്. അപ്പോൾ ഇന്ത്യ ആദ്യമായി ആതിഥേയത്വം വഹിക്കുന്ന 2023 അന്താരാഷ്ട്ര സർഫ് ഓപ്പണിൻ്റെ വേദി എവിടെയാണെന്ന് ചോദിച്ചാൽ എവിടെയാണ്? തമിഴ്നാട്ടിലെ മഹാബലിപുരത്ത്. അടുത്ത ചോദ്യം, കേരള ഹൈക്കോടതിയുടെ 37ാമത്തെ ചീഫ് ജസ്റ്റിസാണ് ജസ്റ്റിസ് ESV ഭട്ടി. അപ്പോൾ കേരള ഹൈക്കോടതിയുടെ 37ാമത്തെ ചീഫ് ജസ്റ്റിസ് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? ജസ്റ്റിസ് ESV ഭട്ടിയാണ്. ഒന്നുകൂടി പറയാം, കേരള ഹൈക്കോടതിയുടെ 37ാമത്തെ ചീഫ് ജസ്റ്റിസ് ആരാണ്? ജസ്റ്റിസ് ESV ഭട്ടി. അടുത്ത ചോദ്യം, സംസ്ഥാനത്തെ മാലിന്യ സംസ്കരണ കേന്ദ്രങ്ങളിൽ ഡ്രോൺ സർവേ നടത്തുന്നതിന് ധനസഹായം നൽകുന്ന സ്ഥാപനമാണ് ലോക ബാങ്ക്. അപ്പോൾ നമ്മുടെ സംസ്ഥാനത്തെ മാലിന്യ സംസ്കരണ കേന്ദ്രങ്ങളിൽ ഡ്രോൺ സർവേ നടത്തുന്നതിനായി ധനസഹായം നൽകുന്ന സ്ഥാപനം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ ലോക ബാങ്കാണ്. അടുത്ത ചോദ്യം, ഇന്ത്യയുടെ 2023 ഏറ്റവും വലിയ വ്യാപാര പങ്കാളിയായ രാജ്യമാണ് അമേരിക്ക.
അപ്പോൾ ഇന്ത്യയുടെ 2023 ഏറ്റവും വലിയ വ്യാപാര പങ്കാളിയായ രാജ്യം ഏതാണ്? അമേരിക്കയാണ്. അടുത്ത ചോദ്യം, 2023 ഏപ്രിൽ 17 വിക്ഷേപിക്കുന്ന സ്പേസ് എക്സ് നിർമ്മിച്ച ലോകത്തിലെ ഏറ്റവും കരുത്തുറ്റ റോക്കറ്റിൻ്റെ പേരാണ് സ്റ്റാർഷിപ്പ്. അപ്പോൾ ഈ സ്റ്റാർഷിപ്പ് ലോഞ്ചിങ് സമയത്ത് തന്നെ പൊട്ടിത്തെറിച്ചു, നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഒന്നുകൂടി പറയാം, 2023 ഏപ്രിൽ 17 വിക്ഷേപിക്കുന്ന സ്പേസ് എക്സ് നിർമ്മിച്ച ലോകത്തിലെ ഏറ്റവും കരുത്തുറ്റ റോക്കറ്റാണ് ഏത്? സ്റ്റാർഷിപ്പ്. ഭിന്നശേഷി കുട്ടികളുടെ അമ്മമാരുടെ നേതൃത്വത്തിൽ ഡിഫറൻറ്റ് ആർട്സ് സെൻറ്ററിൽ ആരംഭിക്കുന്ന സംരംഭക യൂണിറ്റുകൾ അറിയപ്പെടുന്ന പേരാണ് മോം സെൻറ്റർ. ഒന്നുകൂടി പറയാം, ഭിന്നശേഷി കുട്ടികളുടെ അമ്മമാരുടെ നേതൃത്വത്തിൽ ഡിഫറൻറ്റ് ആർട്സ് സെൻറ്ററിൽ ആരംഭിക്കുന്ന സംരംഭക യൂണിറ്റുകൾ അറിയപ്പെടുന്ന പേരാണ് മോം സെൻറ്റർ. അടുത്ത ചോദ്യം, സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്ന് സർവീസ് നിർത്തുന്ന എയർലൈൻ സർവീസാണ് ഗോ ഫസ്റ്റ്. അപ്പോൾ സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്ന് സർവീസ് നിർത്തുന്ന എയർലൈൻ സർവീസ് ഏതാണ്? ഗോ ഫസ്റ്റ് ആണ്. അടുത്ത ചോദ്യം, കുടുംബശ്രീ ദിനമായ മെയ് 17 മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്ന കുടുംബശ്രീയുടെ ഓൺലൈൻ കമ്മ്യൂണിറ്റി റേഡിയോ FM ആണ് റേഡിയോശ്രീ. അപ്പോൾ കുടുംബശ്രീ ദിനമായ മെയ് 17 മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്ന കുടുംബശ്രീയുടെ ഓൺലൈൻ കമ്മ്യൂണിറ്റി റേഡിയോ FMൻ്റെ പേരെന്താണ്? റേഡിയോ ശ്രീയാണ്. അടുത്ത ചോദ്യം, 2023 ലോകകപ്പ് ഷൂട്ടിങ്ങിൻ്റെ വേദി എവിടെയാണ്? അസർബൈജാനാണ്. അപ്പോൾ ഈ വേദികൾ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്, അപ്പോൾ ഇത് കറക്റ്റ് നോട്ട് ചെയ്ത് വയ്ക്കുക. 2023 ലോകകപ്പ് ഷൂട്ടിങ്ങിൻ്റെ വേദി എവിടെയാണ്? അസർബൈജാൻ. ഒന്നുകൂടി പറയാം, 2023 ലോകകപ്പ് ഷൂട്ടിങ്ങിൻ്റെ വേദി എവിടെയാണ്? അസർബൈജാൻ. അപ്പോൾ ഈ നമ്മുടെ വേദികൾ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്, ശ്രദ്ധിച്ച് വയ്ക്കുക. അടുത്ത ചോദ്യം, അറ്റോമിക് എനർജി കമ്മീഷൻ്റെ പുതിയ ചെയർമാനായി നിയമിതനായത് AK മൊഹന്തി. അപ്പോൾ ഈ നമ്മുടെ നിയമനങ്ങളും ഇമ്പോർട്ടൻ്റ് ആണ്, അതേപോലെ തന്നെ വേദികളും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ നിയമനങ്ങൾ കറക്റ്റ് നോക്കി വച്ചേക്കുക. ഒന്നുകൂടി പറയാം, അറ്റോമിക് എനർജി കമ്മീഷൻ്റെ പുതിയ ചെയർമാൻ AK മൊഹന്തി. ഒന്നുകൂടി, അറ്റോമിക് എനർജി കമ്മീഷൻ്റെ പുതിയ ചെയർമാൻ ആരാണ്? AK മൊഹന്തി. ഒന്നുകൂടി പറയാം, അറ്റോമിക് എനർജി കമ്മീഷൻ്റെ പുതിയ ചെയർമാൻ ആരാണ്? AK മൊഹന്തി. അടുത്ത ചോദ്യം, കേന്ദ്ര സർവകലാശാലകളിലെ നിയമനത്തിനായി UGC പുറത്തിറക്കിയ ഏകീകൃത പോർട്ടലാണ് CU ചെയർ. അപ്പോൾ കേന്ദ്ര സർവകലാശാലകളിലെ നിയമനത്തിനായി UGC പുറത്തിറക്കിയ ഏകീകൃത പോർട്ടലിൻ്റെ പേരാണ് CU ചെയർ. ഒന്നുകൂടി പറയാം, കേന്ദ്ര സർവകലാശാലകളിലെ നിയമനത്തിനായി UGC പുറത്തിറക്കിയ ഏകീകൃത പോർട്ടലിൻ്റെ പേരെന്താണ്? CU ചെയർ. അടുത്ത ചോദ്യം, പെൺകുട്ടികളുടെ ജനന നിരക്ക് ഉയർത്തുന്നതിനായി കേരളം മുൻകാല പ്രാബല്യത്തോടെ നടപ്പാക്കുന്ന കേന്ദ്ര സർക്കാർ പദ്ധതിയാണ് പ്രധാനമന്ത്രി മാതൃവന്ദന യോജന. അപ്പോൾ പെൺകുട്ടികളുടെ ജനന നിരക്ക് ഉയർത്തുന്നതിനായി കേരളം മുൻകാല പ്രാബല്യത്തോടെ നടപ്പാക്കുന്ന കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതിയാണെന്ത്? പ്രധാനമന്ത്രി മാതൃവന്ദന യോജന. അടുത്ത ചോദ്യം, ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിക്കുന്ന ആദ്യ ഹൈഡ്രജൻ ട്രെയിനാണ് വന്ദേ മെട്രോ. അപ്പോൾ വന്ദേ ഭാരത് എല്ലാവർക്കും അറിയാം, അതേപോലെ തന്നെ നമ്മുടെ ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിക്കുന്ന ആദ്യ ഹൈഡ്രജൻ ട്രെയിനിൻ്റെ പേരാണെന്ത്? വന്ദേ മെട്രോ. അടുത്ത ചോദ്യം, സ്മോക്ക് ആൻഡ് ആഷസ് എ റൈറ്റേഴ്സ് ജേണി ത്രൂ ഒപ്പിയംസ് ഹിഡൻ ഹിസ്റ്ററീസ് എന്ന പുസ്തകത്തിൻ്റെ രചയിതാവാണ് അമിതാവ് ഘോഷ്. അപ്പോൾ ഇതൊക്കെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്, പ്രത്യേകിച്ച് അമിതാവ് ഘോഷിൻ്റെ പോലുള്ള ആളുകളുടെ ടെക്സ്റ്റുകൾ. അപ്പോൾ ഇതൊന്ന് ശ്രദ്ധിച്ച് വയ്ക്കുക. സ്മോക്ക് ആൻഡ് ആഷസ് എന്ന പുസ്തകം എഴുതിയത് അമിതാവ് ഘോഷാണ്. സ്മോക്ക് ആൻഡ് ആഷസ് എന്ന കൃതി എഴുതിയതാരാണ്? അമിതാവ് ഘോഷ്. വിക്ഷേപണത്തിനിടെ ലക്ഷ്യം തെറ്റി നോർവേയിൽ പതിച്ച ടെക്സസ് 58 എന്ന റോക്കറ്റ് ഏത് രാജ്യത്തിൻ്റെതാണ്? സ്വീഡൻ്റെയാണ്. അപ്പോൾ വിക്ഷേപണത്തിനിടെ ലക്ഷ്യം തെറ്റി നോർവേയിൽ പതിച്ച ടെക്സസ് 58
എന്ന റോക്കറ്റ് ഏത് രാജ്യത്തിൻ്റേതാണ്? സ്വീഡൻ്റെയാണ്. അടുത്ത ചോദ്യം, 2023 വേൾഡ് പ്രസ് ഫ്രീഡം ഹീറോ അവാർഡിന് അർഹയായത് കാർമൻ അരിസ്റ്റഗുയാണ്. അപ്പോൾ 2023 വേൾഡ് പ്രസ് ഫ്രീഡം ഹീറോ അവാർഡിന് അർഹയായ വ്യക്തിയാണ് കാർമൻ അരിസ്റ്റഗുയി. അടുത്ത ചോദ്യം, പാമ്പുകളുടെ സംരക്ഷണത്തിനും ജനങ്ങളുടെ സുരക്ഷയ്ക്കുമായി വനം വകുപ്പ് ആവിഷ്കരിച്ച ആപ്ലിക്കേഷനാണ് സർപ്പ ആപ്പ്. അപ്പോൾ പാമ്പുകളുടെ സംരക്ഷണത്തിനും ജനങ്ങളുടെ സുരക്ഷയ്ക്കുമായി വനം വകുപ്പ് ആവിഷ്കരിച്ച ആപ്ലിക്കേഷനാണ് സർപ്പ ആപ്പ്. അടുത്ത ചോദ്യം, ലോകത്തിലെ ആദ്യത്തെ RSV റെസ്പിറേറ്ററി സിൻഷ്യൽ വൈറസ് വാക്സിന് അംഗീകാരം നൽകിയ രാജ്യം ഏതാണ്? അമേരിക്കയാണ്. അപ്പോൾ ലോകത്തിലെ തന്നെ ആദ്യത്തെ RSV വാക്സിന് അംഗീകാരം നൽകിയ രാജ്യം ഏതാണ്? അമേരിക്ക. ഒന്നുകൂടി പറയാം, ലോകത്തിലെ ആദ്യത്തെ RSV വാക്സിന് അംഗീകാരം നൽകിയ രാജ്യം ഏതാണ്? അമേരിക്ക. അടുത്ത ചോദ്യം, പഞ്ചായത്ത് സേവനങ്ങൾ വാർഡ് തലത്തിൽ ലഭ്യമാക്കുന്നതിനായി സംസ്ഥാനത്തെ ആദ്യ ഗ്രാമഭവൻ ആരംഭിച്ച പഞ്ചായത്താണ് ആര്യനാട്. അപ്പോൾ പഞ്ചായത്ത് സേവനങ്ങൾ എല്ലാവർക്കും അറിയാവുന്നതാണ്. അത് വാർഡ് തലത്തിൽ ലഭ്യമാക്കുന്നതിനായി സംസ്ഥാനത്ത് ആദ്യമായി ഗ്രാമഭവൻ ആരംഭിച്ച പഞ്ചായത്താണ് തിരുവനന്തപുരം ജില്ലയിലെ ആര്യനാട് പഞ്ചായത്ത്. അടുത്ത ചോദ്യം, അപ്പോൾ വേദികൾ ഇമ്പോർട്ടൻ്റ് ആണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. അതേപോലെ തന്നെ അടുത്തൊരു വേദി പറയുന്നുണ്ട്. 37ാമത് ദേശീയ ഗെയിംസിൻ്റെ വേദിയാകുന്നത് ഗോവയിലാണ്. അപ്പോൾ 37ാമത് ദേശീയ ഗെയിംസിൻ്റെ വേദി എവിടെയാണ്? ഗോവ. ഒന്നുകൂടി പറയാം, 37ാമത് ദേശീയ ഗെയിംസിൻ്റെ വേദിയാണ് ഗോവ. ഒന്നുകൂടി, 37ാമത് ദേശീയ ഗെയിംസിൻ്റെ വേദി എവിടെയാണ്? ഗോവ. അടുത്ത ചോദ്യം, 2023 ക്വാഡ് ഉച്ചകോടിക്ക് വേദിയാകുന്ന രാജ്യമാണ് ഓസ്ട്രേലിയ. അപ്പോൾ 2023 ക്വാഡ് ഉച്ചകോടിയുടെ വേദി ഓസ്ട്രേലിയ ആണ്. ഒന്നുകൂടി, 2023 ക്വാഡ് ഉച്ചകോടിയുടെ വേദി ഓസ്ട്രേലിയ. ഒന്നുകൂടി, 2023 ക്വാഡ് ഉച്ചകോടിയുടെ വേദി എവിടെയാണ്? ഓസ്ട്രേലിയ. ഒന്നുകൂടി പറയാം, 2023 ക്വാഡ് ഉച്ചകോടിക്ക് വേദിയാകുന്ന രാജ്യമേതാണ്? ഓസ്ട്രേലിയ. അടുത്ത ചോദ്യം, ആദിവാസികൾക്ക് ഭവനങ്ങളിലെത്തി ഡ്രൈവിംഗ് പരിശീലനം നൽകുന്നതിനുള്ള മോട്ടോർ വാഹന വകുപ്പിൻ്റെ പദ്ധതിയാണ് ഗോത്ര സേവ. അപ്പോൾ ആദിവാസികൾക്ക് ഭവനങ്ങളിലെത്തി ഡ്രൈവിംഗ് പരിശീലനം നൽകുന്നതിനുള്ള മോട്ടോർ വാഹന വകുപ്പിൻ്റെ പദ്ധതി ഏതാണ്? ഗോത്ര സേവ. അടുത്ത ചോദ്യം, 2023 പത്മപ്രഭാ പുരസ്കാര ജേതാവാണ് സുഭാഷ് ചന്ദ്രൻ. 2023 പത്മപ്രഭാ പുരസ്കാര ജേതാവാരാണ്? സുഭാഷ് ചന്ദ്രനാണ്. ഒന്നുകൂടി പറയാം, 2023 പത്മപ്രഭാ പുരസ്കാര ജേതാവായത് സുഭാഷ് ചന്ദ്രൻ ആണ്. രാജ്യത്തെ ആദ്യ കേബിൾ സ്റ്റേ റെയിൽവേ പാലം സ്ഥിതി ചെയ്യുന്നത് ജമ്മു കാശ്മീരിലെ അജിത്ഗഡിലാണ്. അപ്പോൾ രാജ്യത്തെ ഇന്ത്യയിലെ ആദ്യ കേബിൾ സ്റ്റേ റെയിൽ പാലം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ജമ്മു കാശ്മീരിലെ അജിത്ഗഡിലാണ് സ്ഥിതി ചെയ്യുന്നത്. അടുത്ത ചോദ്യം, വിശ്വ കലാരത്ന പുരസ്കാരം 2023 ജേതാവായത് സൂര്യമൂർത്തിയാണ്. അപ്പോൾ 2023 വിശ്വ കലാരത്ന പുരസ്കാര ജേതാവായത് ആരാണ്? സൂര്യമൂർത്തി. ഒന്നുകൂടി പറയാം, 2023 വിശ്വ കലാരത്ന പുരസ്കാര ജേതാവായത് ആരാണ്? സൂര്യമൂർത്തി. അടുത്ത ചോദ്യം, അനാഥരായി സർക്കാർ ചിൽഡ്രൻസ് ഹോമുകളിൽ കഴിയുന്ന കുട്ടികൾക്ക് അവധിക്കാല വാസമൊരുക്കുന്ന സംസ്ഥാന സർക്കാരിൻ്റെ പദ്ധതിയാണ് ഹോസ്റ്റൽ കെയർ. ഒന്നുകൂടി, അനാഥരായി സർക്കാർ ചിൽഡ്രൻസ് ഹോമുകളിൽ കഴിയുന്ന കുട്ടികൾക്ക് അവധിക്കാല വാസമൊരുക്കുന്ന സംസ്ഥാന സർക്കാരിൻ്റെ പദ്ധതി എന്താണ്? ഫോസ്റ്റർ കെയർ. അടുത്ത ചോദ്യം, ലോകത്തിലെ ഏറ്റവും വലിയ കോർപ്പറേറ്റ് കെട്ടിട സമുച്ചയം നിലവിൽ വരുന്ന നഗരം ഏതാണ്? സൂററ്റാണ്. അപ്പോൾ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ
കോർപ്പറേറ്റ് കെട്ടിട സമുച്ചയം നിലവിൽ വരുന്ന നഗരം ഏതാണ്? സൂററ്റാണ്. ഒന്നുകൂടി പറയാം, ലോകത്തിലെ ഏറ്റവും വലിയ കോർപ്പറേറ്റ് കെട്ടിട സമുച്ചയം നിലവിൽ വരുന്ന നഗരമാണ് സൂററ്റ്. അടുത്ത ചോദ്യം, സാമാജികൻ സാക്ഷി എന്ന ഗ്രന്ഥത്തിന് സുകുമാർ അഴീക്കോട് തത്വമസി പുരസ്കാരത്തിന് അർഹനായ വ്യക്തിയാണ് ഡോക്ടർ എൻ ജയരാജ്. അപ്പോൾ സാമാജികൻ സാക്ഷി എന്ന ഗ്രന്ഥത്തിന് സുകുമാർ അഴീക്കോട് തത്വമസി പുരസ്കാരത്തിന് അർഹനായ വ്യക്തിയാണ് ഡോക്ടർ എൻ ജയരാജ്. ഒന്നുകൂടി പറയാം, സാമാജികൻ സാക്ഷി എന്ന ഗ്രന്ഥത്തിന് സുകുമാർ അഴീക്കോട് തത്വമസി പുരസ്കാരത്തിന് അർഹനായ വ്യക്തി ആരാണ്? ഡോക്ടർ എൻ ജയരാജ്. അടുത്ത ചോദ്യം, മാടമ്പ് കുഞ്ഞുകുട്ടൻ്റെ സുവർണ ജൂബിലി ആഘോഷിക്കുന്ന നോവലാണ് ഫ്രഷ്ട്. അപ്പോൾ മാടമ്പ് കുഞ്ഞുകുട്ടൻ്റെ സുവർണ ജൂബിലി ആഘോഷിക്കുന്ന നോവൽ ഏതാണ്? ഫ്രഷ്ട്. അടുത്ത ചോദ്യം, നിർമ്മിത ബുദ്ധി അടിസ്ഥാനമാക്കി ഇലോൺ മസ്കിൻ്റെ നേതൃത്വത്തിൽ പുറത്തിറങ്ങാനൊരുങ്ങുന്ന ചാറ്റ് ബോട്ടാണ് ട്രൂത്ത് GPT. അപ്പോൾ നമുക്കെല്ലാവർക്കും ചാറ്റ് GPTയെ കുറിച്ച് അറിയാം. അപ്പോൾ ചാറ്റ് GPT പോലെ തന്നെ ഇലോൺ മസ്കിൻ്റെ നേതൃത്വത്തിൽ പുറത്തിറങ്ങുന്ന ഒരു ചാറ്റ് ബോട്ടിൻ്റെ പേരാണ് ട്രൂത്ത് GPT. അടുത്ത ചോദ്യം, ക്ഷീര കർഷകർക്കായി സംസ്ഥാന ക്ഷീരവികസന വകുപ്പ് നടപ്പാക്കുന്ന ഇൻഷുറൻസ് പദ്ധതിയാണ് ക്ഷീര സാന്ത്വനം. ക്ഷീര കർഷകർക്കായി സംസ്ഥാന ക്ഷീരവികസന വകുപ്പ് നടപ്പാക്കുന്ന ഇൻഷുറൻസ് പദ്ധതിയുടെ പേരെന്താണ്? ക്ഷീര സാന്ത്വനം. അടുത്ത ചോദ്യം, കേരള പോലീസിൻ്റെ അടിയന്തര സഹായത്തിനുള്ള പുതിയ ടോൾ ഫ്രീ നമ്പറാണ് 112. അപ്പോൾ കേരള പോലീസിൻ്റെ അടിയന്തര സഹായത്തിനുള്ള പുതിയ ടോൾ ഫ്രീ നമ്പറിൻ്റെ പേരെന്താണ്? 112. നമ്പർ എത്രയാണ്? 112. യൂറോപ്പിലെ ഏറ്റവും വലിയ ആണവ നിലയം നിലവിൽ വന്ന രാജ്യമാണ് ഫിൻലാൻഡ്. അപ്പോൾ യൂറോപ്പിലെ ഏറ്റവും വലിയ ആണവ നിലയം നിലവിൽ വന്ന രാജ്യം ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? ഫിൻലൻഡാണ്. അടുത്ത ചോദ്യം, പ്രഥമ ദേശീയ ലെജിസ്ലേറ്റേഴ്സ് കോൺഫറൻസ് ഭാരതിന് വേദി എവിടെയാണ്? മുംബൈയിലാണ്. അപ്പോൾ പ്രഥമ ദേശീയ ലെജിസ്ലേറ്റേഴ്സ് കോൺഫറൻസ് ഭാരതിന് വേദിയായത് എവിടെയാണ്? മുംബൈയാണ്. അടുത്ത ചോദ്യം, സ്പീഷീസ് പദവി തിരികെ ലഭിച്ച പക്ഷിയാണ് ഹനുമാൻ പ്ലോവർ. അപ്പോൾ സ്പീഷീസ് ജീനസ് ഇതൊക്കെ നിങ്ങൾക്ക് അറിയാമെന്ന് തോന്നുന്നു. അപ്പോൾ ഈ സ്പീഷീസ് പദവി തിരികെ ലഭിച്ച പക്ഷി ഹനുമാൻ പ്ലോവറാണ്. അടുത്ത ചോദ്യം, ലോക ജനസംഖ്യയിൽ ചൈനയെ മറികടന്ന് ഒന്നാമതെത്തിയ രാജ്യം നമ്മുടെ ഇന്ത്യയാണ്. അതെല്ലാവർക്കും അറിയാവുന്നതാണ്. അടുത്ത ചോദ്യം, 13 വയസ്സിനു താഴെയുള്ള കുട്ടികളെ സോഷ്യൽ മീഡിയയിൽ നിന്നും വിലക്കുന്നതിനുള്ള ബിൽ അവതരിപ്പിച്ച രാജ്യമാണ് അമേരിക്ക. അപ്പോൾ 13 വയസ്സിനു താഴെയുള്ള കുട്ടികളെ സോഷ്യൽ മീഡിയയിൽ നിന്നും വിലക്കുന്നതിനുള്ള ബിൽ അവതരിപ്പിച്ച രാജ്യം ഏതാണ്? അമേരിക്ക. അപ്പോൾ നമുക്കറിയാം, ഇപ്പം ഭൂരിഭാഗം കുട്ടികളും നമ്മുടെ മൊബൈൽ ഫോണിന് കുറച്ച് അഡിക്റ്റാണ്. അപ്പോൾ ഇതൊരു നല്ലൊരു കാര്യമാണ്. ഒന്നുകൂടി നമുക്ക് പറയാം, 13 വയസ്സിനു താഴെയുള്ള കുട്ടികളെ സോഷ്യൽ മീഡിയയിൽ നിന്നും വിലക്കുന്നതിനുള്ള ബിൽ അവതരിപ്പിച്ച രാജ്യം ഏതാണ്? അമേരിക്ക. അടുത്ത ചോദ്യം, 2023 ആഗോള ആയുർവേദ ഉച്ചകോടിക്ക് വേദിയാകുന്നത് നമ്മുടെ തിരുവനന്തപുരത്താണ്. അപ്പോൾ 2023 ആഗോള ആയുർവേദ ഉച്ചകോടിക്ക് വേദിയാകുന്നത് എവിടെയാണ്? തിരുവനന്തപുരം. അപ്പോൾ ഈ വേദി കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഒന്നുകൂടി പറയാം, 2023 ആഗോള ആയുർവേദ ഉച്ചകോടിക്ക് വേദിയാകുന്നത് എവിടെയാണ്? തിരുവനന്തപുരം. അടുത്ത ചോദ്യം നോക്കാം, ഇന്ത്യയിലെ ആദ്യത്തെ 3ാം തലമുറ ഡിജിറ്റൽ സയൻസ് പാർക്ക് സ്ഥാപിതമാകുന്നത് തിരുവനന്തപുരത്താണ്. അപ്പോൾ ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ 3ാം തലമുറ ഡിജിറ്റൽ സയൻസ് പാർക്ക് സ്ഥാപിതമാകുന്നത് എവിടെയാണ്? തിരുവനന്തപുരം. അടുത്ത ചോദ്യം, സംസ്ഥാനത്തെ ആദ്യ ക്യാമ്പസ് വ്യവസായ പാർക്ക് സ്ഥാപിതമാകുന്നത് തൊടുപുഴയിലാണ്. സംസ്ഥാനത്തെ ആദ്യ ക്യാമ്പസ് വ്യവസായ പാർക്ക് സ്ഥാപിതമാകുന്നത് എവിടെയാണ്? തൊടുപുഴ. ഒന്നുകൂടി പറയാം, സംസ്ഥാനത്തെ ആദ്യ ക്യാമ്പസ് വ്യവസായ പാർക്ക് സ്ഥാപിതമാകുന്നത് എവിടെയാണ്? തൊടുപുഴ. അടുത്ത ചോദ്യം,
2023 ഏപ്രിലിൽ കണ്ടെത്തിയ രണ്ടാം ലോക മഹായുദ്ധകാലത്ത് കടലിൽ മുങ്ങിയ ജാപ്പനീസ് കപ്പലിൻ്റെ പേരാണ് മൊണ്ടെവിഡിയോ മാരു. അപ്പോൾ 2023 ഏപ്രിലിൽ കണ്ടെത്തിയ രണ്ടാം ലോക മഹായുദ്ധകാലത്ത് കടലിൽ മുങ്ങിപ്പോയ ജാപ്പനീസ് കപ്പലാണേത്? മൊണ്ടെവിഡിയോ മാരു. 36ാമത് ദേശീയ ഗെയിംസിന് വേദിയായത് എവിടെയാണ്? ഗുജറാത്തിലാണ്. അപ്പോൾ ഈ വേദികൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എല്ലാവരും നോട്ട് ചെയ്യുക. 36ാമത് ദേശീയ ഗെയിംസിന് വേദിയായത് എവിടെയാണ്? ഗുജറാത്തിലാണ്. ഒന്നുകൂടി പറയാം, 36ാമത് ദേശീയ ഗെയിംസിന് വേദിയായത് എവിടെയാണ്? ഗുജറാത്ത്. അടുത്ത ചോദ്യം, ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ ഒറ്റക്കൽ ഹനുമാൻ പ്രതിമ നിലവിൽ വന്ന ക്ഷേത്രം എവിടെയാണ്? പൂങ്കുന്നം പുഷ്പഗിരി സീതാരാമസ്വാമി ക്ഷേത്രം, തൃശ്ശൂർ. അപ്പോൾ തൃശ്ശൂരിലാണ് ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ ഒറ്റക്കൽ ഹനുമാൻ പ്രതിമ നിലവിൽ വന്ന ക്ഷേത്രം. അത് നമ്മുടെ തൃശ്ശൂരിലാണ്. അടുത്ത ചോദ്യം, ലോകത്തെ ആദ്യത്തെ നാനോ DAP ദ്രാവക വളം പുറത്തിറക്കിയത് ഇഫ്കോയാണ്. അപ്പോൾ ലോകത്തെ ആദ്യത്തെ നാനോ DAP ദ്രാവക വളം പുറത്തിറക്കിയത് നമ്മുടെ ഇഫ്കോ ആണ്. അടുത്ത ചോദ്യം, ഏതു പഴച്ചാറും പാസ്ചറൈസ് ചെയ്യുവാനുള്ള ടെട്രാ പാക്ക് പ്ലാന്റ് നിലവിൽ വരുന്നത് മുതലമടയിലാണ്. അപ്പോൾ ഏതു പഴച്ചാറും എല്ലാവർക്കും പാസ്ചറൈസേഷൻ എന്താണെന്ന് അറിയാം. അപ്പോൾ പാസ്ചറൈസേഷൻ നമ്മുടെ ലൂയി പാസ്റ്ററാണ് കണ്ടെത്തിയത്. അപ്പോൾ ഏതു പഴച്ചാറും പാസ്ചറൈസ് ചെയ്യുവാനുള്ള ടെട്രാ പാക്ക് പ്ലാന്റ് നിലവിൽ വരുന്നത് നമ്മുടെ മുതലമടയിൽ ആണ്. അടുത്ത ചോദ്യം, ബഹിരാകാശത്ത് നടക്കുന്ന ആദ്യ അറബ് സഞ്ചാരിയാണ് സുൽത്താൻ അൽ നെയ്തി. അപ്പോൾ ബഹിരാകാശത്ത് നടക്കുന്ന ആദ്യ അറബ് സഞ്ചാരി ആരാണ്? സുൽത്താൻ അൽ നെയ്തി ആണ്. അടുത്ത ചോദ്യം, കുട്ടികൾക്ക് കൃഷി അറിവുകൾ പകരുവാനും ഭക്ഷണം പോഷക സമൃദ്ധമാക്കുവാനും ലക്ഷ്യമിട്ട് അങ്കണവാടിയിൽ ഒരു പോഷകവാടി എന്ന പേരിൽ പദ്ധതി ആരംഭിക്കുന്ന ജില്ല ഏതാണ്? കാസർഗോഡാണ്. അപ്പോൾ കുട്ടികൾക്ക് കൃഷി അറിവുകൾ പകരുവാനും ഭക്ഷണം പോഷക സമൃദ്ധമാക്കുവാനും ലക്ഷ്യമിട്ട് അങ്കണവാടിയിലൊരു പോഷകവാടി എന്ന പേരിൽ പദ്ധതി ആരംഭിക്കുന്ന ജില്ല ഏതാണെന്ന് ചോദിച്ചാൽ നമ്മുടെ കാസർഗോഡാണ്. അടുത്ത ചോദ്യം, സംഘർഷബാധിത സുഡാനിൽ നിന്ന് ഇന്ത്യക്കാരെ രക്ഷിക്കുന്നതിനുള്ള ഓപ്പറേഷനാണ് ഓപ്പറേഷൻ കാവേരി. അപ്പോൾ കുറേ ഓപ്പറേഷൻസ് ഉണ്ട്, അപ്പോൾ അത് കറക്റ്റായിട്ടൊന്ന് പഠിക്കുക. സംഘർഷബാധിത സുഡാനിൽ നിന്ന് ഇന്ത്യക്കാരെ രക്ഷിക്കുന്നതിനുള്ള ഓപ്പറേഷനാണ് ഓപ്പറേഷൻ കാവേരി. ഒന്നുകൂടി പറയാം, സുഡാനിൽ നിന്ന് ഇന്ത്യക്കാരെ രക്ഷിക്കാനുള്ള ഓപ്പറേഷൻ ദൗത്യം ഓപ്പറേഷൻ കാവേരി. സുഡാനിൽ നിന്ന് കാവേരി. ഒന്നുകൂടി, സുഡാനിൽ നിന്ന് ഇന്ത്യക്കാരെ രക്ഷിക്കാനുള്ള ദൗത്യം ഓപ്പറേഷൻ കാവേരി. സുഡാൻ, കാവേരി. അടുത്ത ചോദ്യം, മണിക്കൂറിൽ 1000 കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കുന്ന ഹൈപ്പർ ലൂപ്പ് ട്രെയിൻ പദ്ധതി നടപ്പാക്കാനൊരുങ്ങുന്ന രാജ്യം ഏതാണ്? ചൈനയാണ്. അപ്പോൾ മണിക്കൂറിൽ 1000 കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കുന്ന ഹൈപ്പർ ലൂപ്പ് ട്രെയിൻ പദ്ധതി നടപ്പാക്കാനൊരുങ്ങുന്ന രാജ്യം ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? ചൈനയാണ്. അപ്പോൾ ഒന്നുകൂടി പറയാം, മണിക്കൂറിൽ 1000 കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കുന്ന ഹൈപ്പർ ലൂപ്പ് ട്രെയിൻ പദ്ധതി നടപ്പാക്കാനൊരുങ്ങുന്ന രാജ്യം ഏതാണ്? ചൈന. അടുത്ത ചോദ്യം, സച്ചിൻ ടെണ്ടുൽക്കറുടെ 50ാം ജന്മദിനത്തോടനുബന്ധിച്ച് സച്ചിൻ ഗേറ്റ് സ്ഥാപിച്ച ക്രിക്കറ്റ് സ്റ്റേഡിയം ഏതാണ്? സിഡ്നി ക്രിക്കറ്റ് സ്റ്റേഡിയം, ഓസ്ട്രേലിയ. അപ്പോൾ ഓസ്ട്രേലിയയിലെ സിഡ്നി ക്രിക്കറ്റ് സ്റ്റേഡിയത്തിലാണ് സച്ചിൻ ടെണ്ടുൽക്കറുടെ 50ാം ജന്മവാർഷികത്തോടനുബന്ധിച്ച് സച്ചിൻ ഗേറ്റ് സ്ഥാപിച്ചത്. ദി ഗോൾഡൻ ഇയേഴ്സ് എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് ആരാണ്? റസ്കിൻ ബോണ്ട്. അപ്പോൾ ഈ നമ്മുടെ എഴുത്തുകാരും അവരുടെ പുതിയ കൃതികളും പഴയ കൃതികളും ചോദിക്കാൻ നല്ല ചാൻസാണ്. ഇപ്പോൾ നമ്മുടെ PSCയിൽ അങ്ങനെ ആവർത്തിച്ച് ചോദിക്കുന്നുണ്ട്. ഇപ്പോൾ ഇതിൽ പറയുന്നത് ദ ഗോൾഡൻ ഇയേഴ്സ് എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് ആരാണെന്നാണ്. അത് നമ്മുടെ റസ്കിൻ ബോണ്ടാണ്. ഒന്നുകൂടി പറയാം, ദ ഗോൾഡൻ ഇയേഴ്സ് എന്ന പുസ്തകം രചിച്ചത് റസ്കിൻ ബോണ്ട്. അടുത്ത ചോദ്യം, ഏഷ്യയിലെ ആദ്യത്തെ ഡിസൈനർ മൃഗശാല പുത്തൂർ സുവോളജിക്കൽ പാർക്ക്, തൃശ്ശൂർ. അപ്പോൾ ഏഷ്യയിലെ തന്നെ ആദ്യത്തെ ഡിസൈനർ മൃഗശാല ഏതാണെന്ന് ചോദിച്ചാൽ തൃശ്ശൂരിലെ പുത്തൂർ സുവോളജിക്കൽ പാർക്കാണ്. ഒന്നുകൂടി പറയാം, ഏഷ്യയിലെ ആദ്യത്തെ ഡിസൈനർ മൃഗശാല ഏതാണ്? തൃശ്ശൂർ ജില്ലയിലെ പുത്തൂർ സുവോളജിക്കൽ പാർക്കാണ്. അടുത്ത ചോദ്യം,
മുൻ പ്രധാനമന്ത്രി വി പി സിംഗിൻ്റെ പൂർണ്ണകായ പ്രതിമ സ്ഥാപിക്കാനൊരുങ്ങുന്ന സ്ഥലം ഏതാണ്? ചെന്നൈയാണ്. അപ്പോൾ മുൻ പ്രധാനമന്ത്രി വി പി സിംഗിൻ്റെ പൂർണ്ണകായ പ്രതിമ സ്ഥാപിക്കാനൊരുങ്ങുന്ന സ്ഥലം എവിടെയാണ്? ചെന്നൈയിലാണ്. അടുത്ത ചോദ്യം, ഗോത്രസേവാ പദ്ധതി ആദ്യമായി നടപ്പിലാക്കുന്ന പഞ്ചായത്ത് ഏതാണ്? മാങ്കുളം പഞ്ചായത്താണ്. അപ്പോൾ ഈ ഗോത്രസേവ എന്താണെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. ഗോത്രസേവ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ആദിവാസികൾക്ക് ഡ്രൈവിംഗ് ടെസ്റ്റിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ പഠിപ്പിക്കാനുള്ള ഒരു പദ്ധതിയാണ് ഗോത്രസേവ. അപ്പോൾ ഈ ഗോത്രസേവാ പദ്ധതി ആദ്യമായി നടപ്പിലാക്കുന്ന പഞ്ചായത്താണ് മാങ്കുളം പഞ്ചായത്ത്. അടുത്ത ചോദ്യം, റേ മുതൽ ലണ്ടൻ ഫെസ്റ്റിവൽ വരെ എന്ന പുസ്തകം രചിച്ചത് മണമ്പൂർ സുരേഷാണ്. റേ മുതൽ ലണ്ടൻ ഫെസ്റ്റിവൽ വരെ എന്ന പുസ്തകം രചിച്ചത് മണമ്പൂർ സുരേഷ്. ഒന്നുകൂടി പറയാം, റേ മുതൽ ലണ്ടൻ ഫെസ്റ്റിവൽ വരെ എന്ന പുസ്തകം രചിച്ചത് ആരാണ്? മണമ്പൂർ സുരേഷ്. അടുത്ത ചോദ്യം, 2023 ഏപ്രിലിൽ ജയിലുകൾ നിരീക്ഷിക്കാൻ ഡ്രോൺ ക്യാമറകൾ ഏർപ്പെടുത്തിയ സംസ്ഥാനം ഏതാണ്? മഹാരാഷ്ട്രയാണ്. അപ്പോൾ 2023 ഏപ്രിലിൽ ജയിലുകൾ നിരീക്ഷിക്കാനായി ഡ്രോൺ ക്യാമറകൾ ഏർപ്പെടുത്തിയ സംസ്ഥാനമാണ് മഹാരാഷ്ട്ര. ഒന്നുകൂടി പറയാം, 2023 ഏപ്രിലിൽ ജയിലുകൾ നിരീക്ഷിക്കാനായി ഡ്രോൺ ക്യാമറകൾ ഏർപ്പെടുത്തിയ സംസ്ഥാനമാണ് മഹാരാഷ്ട്ര. അടുത്ത ചോദ്യം, വേൾഡ് ലൈൻ ഇന്ത്യ പുറത്തുവിട്ട റിപ്പോർട്ട് പ്രകാരം രാജ്യത്ത് ഡിജിറ്റൽ പണമിടപാടിൽ ഏറ്റവും മുന്നിലുള്ള സംസ്ഥാനമാണ് നമ്മുടെ കേരളം. അപ്പോൾ വേൾഡ് ലൈൻ ഇന്ത്യ പുറത്തുവിട്ട റിപ്പോർട്ട് പ്രകാരം രാജ്യത്ത് ഡിജിറ്റൽ പണമിടപാടിൽ ഏറ്റവും മുന്നിലുള്ള സംസ്ഥാനം ഏതാണ്? നമ്മുടെ കേരളമാണ്. അടുത്ത ചോദ്യം, 2022 മാതൃഭൂമി സാഹിത്യ പുരസ്കാര ജേതാവ് എ സേതുമാധവ്. ഇതൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. കാരണം എല്ലാവർക്കും അറിയാം ഈ ഒരു സാഹിത്യ പുരസ്കാരം അതേപോലെ പുരസ്കാരങ്ങൾക്ക് നമ്മുടെ PSCക്ക് ഭയങ്കര ഇമ്പോർട്ടൻസ് ആണ്. അപ്പോൾ ഇതൊക്കെ കറക്റ്റായിട്ട് അടുക്കി ഒതുക്കി വെച്ച് പഠിക്കുക. അപ്പോൾ നമുക്ക് നോക്കാം, 2022 മാതൃഭൂമി സാഹിത്യ പുരസ്കാരം എ സേതുമാധവൻ. ഒന്നുകൂടി, 2022 മാതൃഭൂമി സാഹിത്യ പുരസ്കാരം എ സേതുമാധവന്. ഒന്നുകൂടി, 2022 മാതൃഭൂമി സാഹിത്യ പുരസ്കാരം എ സേതുമാധവന്. ഒന്നുകൂടി, 2022 മാതൃഭൂമി സാഹിത്യ പുരസ്കാരം എ സേതുമാധവന്. അപ്പോൾ ഇതൊരു പാട്ട് ആ രീതിയിലോ അങ്ങനെ എന്തെങ്കിലും പഠിച്ചു വയ്ക്കുക. അടുത്ത ചോദ്യം, രാജ്യത്താദ്യമായി ശസ്ത്രക്രിയ കൂടാതെ പ്രോസ്റ്റേറ്റ് ക്യാൻസർ ചികിത്സിക്കുവാനുള്ള അതിനൂതന യൂറോബ്രാക്കി യൂണിറ്റ് പ്രവർത്തനം ആരംഭിക്കുന്നത് നമ്മുടെ തിരുവനന്തപുരത്തെ RCCയിലാണ്. അപ്പോൾ രാജ്യത്താദ്യമായി ശസ്ത്രക്രിയ കൂടാതെ പ്രോസ്റ്റേറ്റ് ക്യാൻസർ ചികിത്സിക്കുവാനുള്ള അതിനൂതന യൂറോബ്രാക്കി യൂണിറ്റ് പ്രവർത്തനം ആരംഭിക്കുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ എവിടെയാണ്? തിരുവനന്തപുരത്തെ റീജിയണൽ ക്യാൻസർ സെൻറ്റർ. അപ്പോൾ ഒന്നാമത്തെ ചോദ്യമാണ്, കേരളത്തിലെ ആദ്യ സൗരോർജ ആഡംബര വിനോദസഞ്ചാര ബോട്ട് സൂര്യാംശു. അപ്പോൾ കേരളത്തിലെ തന്നെ ആദ്യ സൗരോർജ ആഡംബര വിനോദ സഞ്ചാര ബോട്ടിൻ്റെ പേരെന്താണ്? സൂര്യാംശു. അപ്പോൾ നമ്മുടെ MV ഗംഗാവിലാസ് അതെന്താണെന്ന് അറിയാമെന്നുള്ള കൂട്ടുകാരെ താഴെ കമൻറ്റ് ചെയ്യണം. അടുത്ത ചോദ്യം, തീരപ്രദേശത്തിൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനും സർക്കാരിൻ്റെ വികസനക്ഷേമ പ്രവർത്തനങ്ങൾ ജനങ്ങളിൽ എത്തിക്കുന്നതിനുമായി സംസ്ഥാനത്തെ 47 തീരദേശ നിയോജക മണ്ഡലങ്ങളിൽ സംഘടിപ്പിക്കുന്ന പരിപാടിയാണ് തീര സദസ്സ്. അപ്പോൾ തീരപ്രദേശത്തിൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനും സർക്കാരിൻ്റെ വികസനക്ഷേമ പ്രവർത്തനങ്ങൾ ജനങ്ങളിൽ എത്തിക്കുന്നതിനുമായി സംസ്ഥാനത്തെ 47 തീരദേശ നിയോജക മണ്ഡലങ്ങളിൽ സംഘടിപ്പിക്കുന്ന പരിപാടി എന്താണ്? തീര സദസ്സ്. അടുത്ത ചോദ്യം, ജയിലുകൾ നിരീക്ഷിക്കാൻ ഡ്രോൺ ക്യാമറകൾ ഉപയോഗിച്ച ആദ്യ സംസ്ഥാനമാണ് ഉത്തർപ്രദേശ്. അപ്പോൾ ജയിലുകൾ നിരീക്ഷിക്കാനായി ഡ്രോൺ ക്യാമറകൾ ഉപയോഗിച്ച ആദ്യ സംസ്ഥാനം ഏതാണ്? നമ്മുടെ ഉത്തർപ്രദേശിലാണ്. അപ്പോൾ ഒന്നുകൂടി പറയാം, ജയിലുകൾ നിരീക്ഷിക്കാനായി ഡ്രോൺ ക്യാമറകൾ ഉപയോഗിച്ച ആദ്യ സംസ്ഥാനം ഏതാണ്? ഉത്തർപ്രദേശ്. അടുത്ത ചോദ്യം, സ്കൂളുകളിലെ അധ്യാപക പരിശീലനം ഏകോപിപ്പിക്കാൻ CBSE ആരംഭിച്ച പോർട്ടലാണ് പ്രശിക്ഷൺ ത്രിവേണി. അപ്പോൾ സ്കൂളുകളിലെ അധ്യാപക പരിശീലനം ഏകോപിപ്പിക്കാനായി നമ്മുടെ CBSE ആരംഭിച്ച പോർട്ടൽ ഏതാണ്?
പ്രശിക്ഷൺ ത്രിവേണി. അടുത്ത ചോദ്യം, ഡാസിലാബ്രിസ് ലലജി എന്ന പുതിയ ഇനം കടന്നലിനെ കണ്ടെത്തിയ സംസ്ഥാനമാണ് മധ്യപ്രദേശ്. അപ്പോൾ ഡാസിലാബ്രിസ് ലലജി എന്ന പുതിയ ഇനം കടന്നലിനെ കണ്ടെത്തിയ സംസ്ഥാനം ഏതാണ്? മധ്യപ്രദേശാണ്. അടുത്ത ചോദ്യം, കേരളത്തിലെ ആദ്യ സോളാർ വിൻഡ് മൈക്രോഗ്രിഡ് വൈദ്യുത പദ്ധതി നിലവിൽ വരുന്നത് സൈലൻറ്റ് വാലിയിലെ താഴെ തുടുക്കിയിലാണ്. അപ്പോൾ കേരളത്തിലെ ആദ്യ സോളാർ വിൻഡ് മൈക്രോഗ്രിഡ് വൈദ്യുത പദ്ധതി നിലവിൽ വരുന്നത് എവിടെയാണ്? സൈലൻറ്റ് വാലിയിലാണ്. അടുത്ത ചോദ്യം, മലയാള ചലച്ചിത്ര സൗഹൃദവേദി ഏർപ്പെടുത്തിയ രാജാ ഹരിശ്ചന്ദ്ര പുരസ്കാര ജേതാവ്. അപ്പോൾ 2023 മലയാള ചലച്ചിത്ര സൗഹൃദവേദി ഏർപ്പെടുത്തിയ രാജാ ഹരിശ്ചന്ദ്ര പുരസ്കാര ജേതാവാരാണ്? കൈതപ്രം ദാമോദരൻ നമ്പൂതിരി. അപ്പോൾ ഒന്നുകൂടി പറയാം, മലയാള ചലച്ചിത്ര സൗഹൃദവേദി ഏർപ്പെടുത്തിയ രാജാ ഹരിശ്ചന്ദ്ര പുരസ്കാര ജേതാവ് ആരാണ്? കൈതപ്രം ദാമോദരൻ നമ്പൂതിരി. ഒന്നുകൂടി പറയുകയാണ്, മലയാള ചലച്ചിത്ര സൗഹൃദവേദി ഏർപ്പെടുത്തിയ രാജാ ഹരിശ്ചന്ദ്ര പുരസ്കാര ജേതാവായതാരാണ്? കൈതപ്രം ദാമോദരൻ നമ്പൂതിരിയാണ്. അടുത്ത ചോദ്യം, പ്രേം നസീറിൻ്റെ പേരിൽ സാംസ്കാരിക സമിതി ഏർപ്പെടുത്തിയ പ്രഥമ പ്രേം നസീർ പുരസ്കാര ജേതാവാരാണ്? നമ്മുടെ സിനിമാ നടനായ മധുസാറാണ്. അപ്പോൾ പ്രേം നസീറിൻ്റെ പേരിൽ സാംസ്കാരിക സമിതി ഏർപ്പെടുത്തിയ പ്രഥമ പ്രേം നസീർ പുരസ്കാര ജേതാവായത് മധു. അടുത്ത ചോദ്യം, രാജ്യത്തെ ആദ്യ ദേശീയ പൊതുജനാരോഗ്യ മ്യൂസിയം നിലവിൽ വരുന്നത് കൊൽക്കത്തയിലാണ്. അപ്പോൾ രാജ്യത്തെ ആദ്യ ദേശീയ പൊതുജനാരോഗ്യ മ്യൂസിയം നിലവിൽ വരുന്നത് എവിടെയാണ്? കൊൽക്കത്തയിലാണ്. ഒന്നുകൂടി പറയാം, രാജ്യത്തെ ആദ്യ ദേശീയ പൊതുജനാരോഗ്യ മ്യൂസിയം നിലവിൽ വരുന്നത് എവിടെയാണ്? കൊൽക്കത്തയിൽ. ചട്ടമ്പി സ്വാമിയുടെ പേരിൽ അന്താരാഷ്ട്ര പഠന ഗവേഷണ കേന്ദ്രം ആരംഭിക്കാനൊരുങ്ങുന്ന സർവകലാശാലയാണ് നമ്മുടെ കേരള സർവകലാശാല. അപ്പോൾ ചട്ടമ്പി സ്വാമിയുടെ പേരിൽ അന്താരാഷ്ട്ര പഠന ഗവേഷണ കേന്ദ്രം ആരംഭിക്കാനൊരുങ്ങുന്ന സർവകലാശാല ഏതാണ്? കേരള സർവകലാശാലയാണ്. അടുത്ത ചോദ്യം, വൈക്കം പോരാട്ടം എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ്. പഴ അതിയമാനാണ് വൈക്കം പോരാട്ടം എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ്. അപ്പോൾ വൈക്കം പോരാട്ടം എന്ന പുസ്തകത്തിൻ്റെ രചയിതാവാരാണ്? പഴ അതിയമാൻ. അടുത്ത ചോദ്യം, അടിച്ചമർത്തപ്പെട്ടവർക്കായി ഇതര സംസ്ഥാനങ്ങളിൽ പ്രവർത്തിക്കുന്ന വ്യക്തികൾക്കും സംഘടനകൾക്കും വൈക്കം പുരസ്കാരം ഏർപ്പെടുത്തുന്ന സംസ്ഥാനമാണ് തമിഴ്നാട്. അപ്പോൾ അടിച്ചമർത്തപ്പെട്ടവർക്കായി ഇതര സംസ്ഥാനങ്ങളിൽ പ്രവർത്തിക്കുന്ന വ്യക്തികൾക്കും സംഘടനകൾക്കും വൈക്കം പുരസ്കാരം ഏർപ്പെടുത്തിയ സംസ്ഥാനം ഏതാണ്? തമിഴ്നാടാണ്. അടുത്ത ചോദ്യം, 2023 CV കുഞ്ഞുരാമൻ സാഹിത്യ പുരസ്കാര ജേതാവാണ് പെരുമ്പടവം ശ്രീധരൻ. അപ്പോൾ 2023 CV കുഞ്ഞുരാമൻ സാഹിത്യ പുരസ്കാര ജേതാവാണ് ആര്? പെരുമ്പടവം ശ്രീധരൻ. ഒന്നുകൂടി, 2023 CV കുഞ്ഞുരാമൻ സാഹിത്യ പുരസ്കാര ജേതാവായതാരാണ്? പെരുമ്പടവം ശ്രീധരനാണ്. ഒന്നുകൂടി പറയാം, 2023 CV കുഞ്ഞുരാമൻ സാഹിത്യ പുരസ്കാര ജേതാവാരാണ്? പെരുമ്പടവം ശ്രീധരൻ. അടുത്ത ചോദ്യം, സ്റ്റാർട്ടപ്പ് ഉടമകൾക്ക് വേണ്ടിയുള്ള കേരള സ്റ്റാർട്ടപ്പ് മിഷൻ്റെ പ്രതിമാസ മെൻറ്റർഷിപ്പ് പരിപാടിയാണ് മൈൻഡ്. അപ്പോൾ സ്റ്റാർട്ടപ്പ് ഉടമകൾക്ക് വേണ്ടിയുള്ള കേരള സ്റ്റാർട്ടപ്പ് മിഷൻ്റെ പ്രതിമാസ മെമ്പർഷിപ്പ് പരിപാടിയാണെന്ത്? മൈൻഡ്. അടുത്ത ചോദ്യം, രാജ്യത്തെ സ്വയം പര്യാപ്തമായ അടിസ്ഥാന സൗകര്യങ്ങളുള്ള പഞ്ചായത്തായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആലപ്പുഴ ജില്ലയിലെ വിയാപുരമാണ്. ഒന്നുകൂടി, രാജ്യത്തെ സ്വയം പര്യാപ്ത അടിസ്ഥാന സൗകര്യങ്ങളുള്ള പഞ്ചായത്തായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഏതാണ്? ആലപ്പുഴ ജില്ലയിലെ വിയപുരം പഞ്ചായത്താണ്. അടുത്ത ചോദ്യം, ടെലിമെഡിക്കൽ സോഫ്റ്റ്വെയറുകളുടെ സഹായത്തോടെ ലോകത്തെവിടെയുമുള്ള വിദഗ്ധന്മാരുടെ സേവനം ലഭ്യമാക്കാനാകുന്ന ആംബുലൻസ് സംവിധാനം രൂപപ്പെടുത്തിയ കേരള സ്റ്റാർട്ടപ്പാണ് അപ്പോത്തിക്കിരി. ഇതൊരു 5G ആംബുലൻസ് ആണ്. അപ്പോൾ ടെലിമെഡിക്കൽ സോഫ്റ്റ്വെയറുകളുടെ സഹായത്തോടെ ലോകത്തെവിടെയുമുള്ള വിദഗ്ധന്മാരുടെ സേവനം ലഭ്യമാക്കാനാകുന്ന ആംബുലൻസ് സംവിധാനം രൂപപ്പെടുത്തിയ കേരള സ്റ്റാർട്ടപ്പിൻ്റെ പേരെന്താണ്?
അപ്പോത്തിക്കിരി. നമ്മുടെ ശശി തരൂരൊക്കെയാണ് ഉദ്ഘാടനം ചെയ്തത്. അപ്പോൾ ഇത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. പേര് അപ്പോത്തിക്കിരി. അടുത്ത ചോദ്യം, വൈക്കം സത്യാഗ്രഹ ശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായി മന്നത്ത് പത്മനാഭൻ്റെ വെങ്കല പ്രതിമ അനാച്ഛാദനം ചെയ്യുന്നത് ശാസ്തമംഗലത്താണ്. അപ്പോൾ വൈക്കം സത്യാഗ്രഹ എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ ഈ വൈക്കം സത്യാഗ്രഹ ശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായി മന്നത്ത് പത്മനാഭൻ്റെ വെങ്കല പ്രതിമ അനാച്ഛാദനം ചെയ്യുന്നത് ശാസ്തമംഗലത്താണ്. അടുത്ത ചോദ്യം, മാതൃഭൂമി മഹാകവി ഉള്ളൂർ സ്മാരക സമിതിയുടെ ഈ വർഷത്തെ ഉള്ളൂർ പുരസ്കാരത്തിന് അർഹരായത് രമാ ചെപ്പും ഷൈമജ ശിവറാവും. അപ്പോൾ മാതൃഭൂമി മഹാകവി ഉള്ളൂർ സ്മാരക സമിതിയുടെ ഈ വർഷത്തെ ഉള്ളൂർ പുരസ്കാരത്തിന് അർഹരായ വ്യക്തികളാണ് രമാ ചെപ്പും ഷൈമജ ശിവറാവും. ഒന്നുകൂടി പറയാം, മാതൃഭൂമി മഹാകവി ഉള്ളൂർ സ്മാരക സമിതിയുടെ ഈ വർഷത്തെ ഉള്ളൂർ പുരസ്കാരത്തിന് അർഹരായ വ്യക്തികളാണ് രമാ ചെപ്പും ഷൈമജ ശിവറാമും.